ഹായ് 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 യെസ്. അപ്പം നമുക്ക് എന്താ നെക്സ്റ്റ്? യെസ്. അപ്പം നമ്മളെ അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താ? ബോണസ് ഷെയർസ് ആൻഡ് റൈറ്റ് ഇഷ്യൂ. അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന ടോപ്പിക്. ഓക്കെ അല്ലടാ? ഓക്കെ. അപ്പൊ എന്താ ബോണസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ? ബോണസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, അതന്നെ സിംപിളി. അതായത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർക്ക് ഫ്രീ ആയിട്ട് ഷെയർസ് കൊടുക്കുക. അതിനാണ് എന്തെന്ന് പറയാം? ബോണസ് ഷെയർസ്. ബോണസ് ഷെയർസ് എന്ന് പറയാം. അതായത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കമ്പനി പോളിസി പ്രകാരം ഓരോ ഇത്ര ഷെയർ ഉള്ള ആൾക്കാർക്ക് ഇത്ര ഷെയർ വെച്ചിട്ട് എന്ത് ചെയ്യാം? ബോണസ് ഫ്രീ ആയിട്ട് ഷെയർ എന്ത് ചെയ്യുക? കൊടുക്കുക. ഓക്കെ, ആക്ച്വലി അതാണ്. ഓക്കെ, എന്താ റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ? ഓക്കെ, ബോണസ് എന്ന് പറഞ്ഞാൽ അതാണ്, അറിയാം. ഓക്കെ, എന്താ റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാല്? റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാല് എന്താ യാ റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി പറഞ്ഞാൽ സാധാരണ പോലെ ഒരു ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യൽ തന്നെയാണ് എന്ത് അക്കൗണ്ടിങ് പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ ഇക്വിറ്റി ഷെയർസിന് നമ്മൾ ഇത്ര ആദ്യ ഇഷ്യൂ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇല്ലേ, ആ ചാപ്റ്ററിൽ പറയുന്ന പോലെ തന്നെ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യാം. അത് തന്നെയാണ് ആക്ച്വലി റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. ബട്ട് എന്താണ് ഈ റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ നോർമൽ, അതായത് നോർമലി ഫ്രഷ് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യാൻ മീൻസ് നമ്മൾ ആർക്കും പബ്ലിക്കിന് ആർക്കും അത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് അതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ബട്ട് റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്ക് മാത്രം കൊടുക്കുന്ന ഓപ്ഷനാണ്? എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർക്ക് മാത്രം കൊടുക്കുന്ന ഒരു ഓപ്ഷനാണ് എന്ത്? റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർക്ക് മാത്രം കൊടുക്കുന്ന ഓപ്ഷൻ. ക്ലിയർ അല്ലേ? ഓക്കെ. അതിലെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ ഷെയർസിനും നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ അറിയാം. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് മീൻസ് ഷെയർസ് വാങ്ങും വിൽക്കുകയും ചെയ്യുന്ന, നിങ്ങൾ സെബി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഓക്കെ, അതെല്ലാം റെഗുലേറ്റ് ചെയ്യുന്നത് ആരാ? സെബിയാണ്. അതായത് ഷെയർ മാർക്കറ്റ് നമ്മൾ സാധനങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നത് പോലെ, അതായത് ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ നമ്മൾ സാധാരണ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് പോലെ നമ്മൾ ഓരോ കമ്പനീസിന്റെ ഷെയർസ്, ഇപ്പൊ ഞാൻ വാങ്ങിയ ഷെയർസ് എനിക്ക് വേണ്ട എന്നാണ്, എനിക്ക് എന്ത് ചെയ്യാം? വേറൊരാൾക്ക് എന്ത് ചെയ്യാം? സെയിൽ ചെയ്യാം. അങ്ങനെ കമ്പനീസിന്റെ ഷെയർസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റാണ് എന്ത്? സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയും. ഓക്കെ, യാ. അതിന് ഫ്ലിപ്കാർട്ട് പോലെ ഇന്ന് കുറെ ആപ്സ് ഉണ്ട്. ഓക്കെ, അതെന്തോ ആയിക്കോട്ടെ. അപ്പം ഏതൊരു ഷെയർസിനും ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റ് എന്തുണ്ടാവും? ഒരു മാർക്കറ്റ് വാല്യൂ ഉണ്ടാവും. ഓക്കെ, അതെപ്പോഴും മെജോറിറ്റി കേസിലും അത് എന്തിനേക്കാളും ഹയർ ആയിരിക്കും. അതായത് ഫേസ് വാല്യൂവിനേക്കാളും ഹയർ ആയിരിക്കും എന്ത്? മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് അല്ലെ? ഫേസ് വാല്യൂ ഒന്നുകിൽ ഈക്വൽ ടു ഫേസ് വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ഹയർ ആയിരിക്കും അല്ലെ? നമുക്കറിയാം ഇഷ്യൂ അല്ലെ, നമുക്ക് ഇഷ്യൂ മീൻസ് എത്ര പൈസക്കാണ് ഇഷ്യൂ ചെയ്യുന്നത് അതിനാണ് ഇഷ്യൂ പ്രൈസ്. അത് നോർമലി എന്താ? കമ്പനീസ് ആക്ട് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം? ഫേസ് വാല്യൂ വരെയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ വാല്യൂല് മാത്രം നമുക്ക് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റും. അതിൽ കുറവ് വാല്യൂ എന്ത് ചെയ്യാൻ പറ്റില്ല? ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അപ്പോൾ വാട്ടെവർ. അപ്പം ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ, അതായത് ഷെയർസ്, ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളെ അടുത്ത് ഒരു എക്സ് എന്ന് പറയുന്ന കമ്പനി, അല്ലെ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ കമ്പനിയെ എടുക്കുക. നമ്മളെ സ്വന്തം കമ്പനി ഉണ്ടാകുമ്പോൾ വേറെ കമ്പനീന്റെ ആവശ്യമില്ലല്ലോടാ, അല്ലെ? എൻ എൽ ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ സ്വന്തം കമ്പനി. ഓക്കെ, നമ്മളെ കമ്പനീന്റെ ഷെയർസിന്റെ ഫേസ് വാല്യൂ എത്ര? 10 ആണെന്ന് വിചാരിക്കും. അതിന് ഇന്ന് മാർക്കറ്റിലെ വാല്യൂ എന്താ? 150 വിചാരിക്കും. അതായത് അതിന്റെ മാർക്കറ്റിൽ ഇന്നത്തെ വാല്യൂ എത്ര? 150. അതായത് കമ്പനീസിന്റെ കയ്യിൽ നിന്നല്ലാതെ മാർക്കറ്റിൽ നിന്ന് ആ ഷെയർ വാങ്ങുകയാണെങ്കിൽ എത്രയും വാങ്ങേണ്ടി വരും? 150 വാങ്ങേണ്ടി വരും. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മളെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനോട് പറയുകയാണ്, നിങ്ങൾക്ക് എന്ത് തരാം? ഓക്കെ, നിങ്ങൾക്ക് നമ്മൾ എന്ത് തരാം? പുതിയ ഷെയർ തരാം. ഓക്കെ, നിങ്ങൾക്ക് നമ്മൾ എന്ത് തരാം? പുതിയ ഷെയർ തരാം. ഓക്കെ, ആ പുതിയ ഷെയർ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ നമുക്ക് എത്ര രൂപ തന്നാൽ മതി? എത്ര എമൗണ്ട് തന്നാൽ മതി? വെറും 130 രൂപ തന്നാൽ മതി എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് എന്ത്? റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പൊ ആക്ച്വലി കമ്പനിക്ക് ഇവിടെ നഷ്ടമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നഷ്ടമില്ല. ഓക്കെ, ബട്ട് ഇവിടെ സംഭവിച്ചാൽ കമ്പനിയുടെ ലാഭം കുറച്ച് എന്താവുന്നുണ്ട്? കുറയുന്നുണ്ട്. അതായത് നമ്മൾ 10 രൂപന്റെ ഷെയർ മാർക്കറ്റ് വാല്യൂലാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് 140 രൂപ എന്ത് കിട്ടുമായിരുന്നു? സെക്യൂരിറ്റീസ് പ്രീമിയം കിട്ടുമായിരുന്നു. ബട്ട് നമ്മളിപ്പം കൊടുക്കുന്നത് മാർക്കറ്റ് വാല്യൂവിനേക്കാളും കുറവ് എമൗണ്ടിനാണ് ആർക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഫേസ് വാല്യൂ, അതായത് ഷെയർ ക്യാപിറ്റലിന്റെ വാല്യൂ 10 തന്നെയാണ്, ബട്ട് സെക്യൂരിറ്റീസ് പ്രീമിയത്തിലേക്ക് പോകുന്ന എമൗണ്ട് എത്രയായി മാറും? 120. അതായത് 140 കിട്ടേണ്ട സ്ഥലത്ത് നമ്മളെ സെക്യൂരിറ്റീസ് പ്രീമിയം
പ്രീമിയം എമൗണ്ട് എത്രയായിട്ട് കുറയുന്നു? 120 140 നിന്ന് 120 എത്തുന്നു. ആ ഒറ്റ ഡിഫറൻസ് ആണ് എവിടെ സംഭവിക്കുന്നുള്ളൂ? റൈറ്റ് ഇഷ്യൂവിൽ സംഭവിക്കുന്നു. അല്ലാതെ കമ്പനിക്ക് ഇവിടെ ലോസോ അല്ലെങ്കിൽ അക്കൗണ്ടിങ് പോയിന്റ് ഓഫ് ഇവിടെ ഒരു ചേഞ്ചോ സംഭവിക്കുന്നില്ല. സാധാരണ ഇഷ്യൂ ഓഫ് ഷെയർസ് അത് തന്നെയാണ് എന്ത് അക്കൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് സാധാരണ ഇഷ്യൂവിന്റെ നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിച്ച എൻട്രി ഇല്ലേ, അത് തന്നെയാണ് റൈറ്റ് ഇഷ്യൂവിന്റെ എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇവിടെ എന്ത് നോക്കിയാൽ നമ്മൾ എത്ര രൂപക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്? ഓക്കെ, നമ്മൾ എത്രയാണ് ഇഷ്യൂ ചെയ്യുന്നത്? 130. അപ്പൊ ആ 130 എൻട്രി പാസ് ചെയ്താൽ മതി. ഓക്കെ, അതായത് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ബാങ്കിലേക്ക് എത്ര രൂപ അയക്കും? 120. അപ്പം ഒറ്റയടിക്കാണ് വാങ്ങുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എൻ്റെ എമൗണ്ടും എന്തെന്ന് പറയാം, ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ ആയിട്ട് 130 വെച്ചിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, എന്നിട്ട് ആ ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ എന്ത് ചെയ്യും? 130 ആപ്ലിക്കേഷനിൽ ഷെയർ ക്യാപിറ്റലിലേക്ക് ആകെ പോകത്തില്ല 10ഉം ബാക്കിയുള്ളത് 2 എവിടത്തേക്കും പോകും? സെക്യൂരിറ്റീസ് പ്രീമിയത്തിലേക്ക് 120 കാണിക്കും. ഇതാണ് ജനറൽ എൻട്രി, വേറൊന്നുമില്ല. ഓക്കെ, ബട്ട് ആക്ച്വലി റേറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി പറയുകയാണെങ്കിൽ മാർക്കറ്റ് വാല്യൂവിനേക്കാളും കുറവ് പൈസക്ക് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഷെയർ വാങ്ങാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുന്ന ആ ഓപ്ഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? റേറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. അതിന് അക്കോർഡിംഗ് പോയിന്റ് ഓഫ് എൻട്രിയിൽ യാതൊരു വ്യത്യാസവും വരുന്നില്ല. ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റീസ് പ്രീമിയത്തിന്റെ എമൗണ്ട് ഇവിടെ 120 വന്നത്, ബട്ട് നമ്മൾ ആക്ച്വലി മാർക്കറ്റ് വാല്യൂവിൽ തന്നെയാണ് ഇഷ്യൂ ചെയ്തതെങ്കിൽ ഇവിടെ എത്ര വരുമായിരുന്നു? 140. ഇവിടെ ബാങ്കിൽ എത്ര കിട്ടുമായിരുന്നു? 150 കിട്ടുമായിരുന്നു. ആ എമൗണ്ടിൽ വന്ന ചെറിയ വ്യത്യാസം. ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ അല്ലേ? അതാണ് റൈറ്റ് ഇഷ്യൂവിന്റെ കൺസെപ്റ്റ്. അപ്പൊ ജേണൽ എൻട്രി എന്ന് പറയുന്നത് വലിയ പ്രശ്നമുള്ള കാര്യമേ അല്ല റൈറ്റ് ഇഷ്യൂവിന്റെ കേസിൽ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി ബോണസ് ഷെയർസിന്റെ കേസിൽ എൻട്രി എങ്ങനെയാണ് വരുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് പറയാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, യാ. അപ്പം ഫോളോയിങ് ഐറ്റംസ് അപ്പിയർ ഇൻ ദ ട്രയൽ ബാലൻസ് ഓഫ് NL ലിമിറ്റഡ്. ഓക്കെ, NL ലിമിറ്റഡിന്റെ ട്രയൽ ബാലൻസിൽ ഈ പറയുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട്. എന്ത് ഐറ്റംസ്? 50,000 എന്തുണ്ട്? ഇക്വിറ്റി ഷെയർ ഉണ്ട്. ഒരു ഷെയറിന്റെ വാല്യൂ എത്ര? 10. അങ്ങനെ 50,000 into 10 വെച്ചിട്ട് മൊത്തം ഫേസ് വാല്യൂ എത്ര ഉണ്ട്? 5 lakh ഉണ്ട്. CRR, ക്യാപിറ്റൽ റംഷൻ റിസർവ്, എപ്പോൾ വരുന്നതായിരുന്നു? നമ്മൾ പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്ന റിസർവ് ആണ് എന്ത്? CRR അല്ലെ? 75,000 ഉണ്ട്. സെക്യൂരിറ്റീസ് പ്രീമിയം കളക്ടഡ് ഇൻ ക്യാഷ്, ഓക്കെ, 30,000. ഓക്കെ, ജനറൽ റിസർവ് എന്ത്? 1,23,000 ഉണ്ട്. P&L എത്ര ഉണ്ട്? 62,000 ഉണ്ട്. ഓക്കെ, നമ്മൾ റിസർവ്സിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറഞ്ഞത് അല്ലേ? ഓക്കെ അല്ലടാ, റിസർവ്സിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറഞ്ഞത്. ഓൺ 1st April 2025, ഓക്കെ, 31 മാർച്ച് 2025 തൊട്ടടുത്ത ദിവസം 1st April 2025 കമ്പനി ഡിസൈഡഡ് ടു ഇഷ്യൂ എന്തെന്തടാ റൈറ്റ് ഷെയർസ് അല്ലെ? റൈറ്റ് ഇഷ്യൂ നടത്താൻ വേണ്ടി കമ്പനി തീരുമാനിക്കുകയാണ്. അറ്റ് ദി റേറ്റ് ഓഫ് 1 ഷെയർ ഫോർ എവറി. അതായത് എത്ര ഷെയർ വാങ്ങാനുള്ള ഓപ്ഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 5 ഷെയർ നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ഷെയർ റൈറ്റ് ഇഷ്യൂല് വാങ്ങാം? 1 ഷെയർ നിങ്ങൾക്ക് വാങ്ങാം എന്നാ പറയുന്നത്. ഓക്കെ, 5 ഷെയർ വാങ്ങിയ ആൾക്ക് 5 ഷെയർ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 1 ഷെയർ എന്ത് ത്രൂ വാങ്ങാം? റൈറ്റ് ഇഷ്യൂ ത്രൂ വാങ്ങാം. അതായത് 1 ഷെയർ മാത്രമേ നിങ്ങൾക്ക് മാർക്കറ്റ് വിലയേക്കാളും കുറവിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വാങ്ങാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അല്ലെങ്കിൽ എല്ലാവരും തോന്നിയ പോലെ എന്ത് ചെയ്യും? വാങ്ങുമല്ലോ. അതുകൊണ്ട് 5 ഷെയർ ഉള്ളവർക്ക് എത്ര വാങ്ങാം? 1 വാങ്ങാം. 10 ഷെയർ ഉള്ളവർക്ക് 2 വാങ്ങാം. ഓക്കെ, അങ്ങനെ നോക്കാം. ഇവിടെ മൊത്തം ഷെയർസ് എത്ര ഉണ്ട്? 50,000 ഷെയർസ്. അങ്ങനെ എല്ലാവരും കൂടി 5 ഷെയർ വെച്ചിട്ട് വാങ്ങുകയാണെങ്കിൽ എത്ര? 50,000 into 1/5 അല്ലെ? 5 ഷെയർ ഉള്ളവർക്ക് 1 ഷെയർ വെച്ച് കിട്ടും എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 10,000 ഷെയർസ് അല്ലെ? 10,000 ഷെയർസ് നമ്മൾ എന്തായിട്ട് ഇപ്പൊ കൊടുക്കേണ്ടി വരും? റൈറ്റ് ഇഷ്യൂ എന്ന രീതിയിൽ എന്ത് ചെയ്യേണ്ടി വരും? കൊടുക്കേണ്ടി വരും അല്ലെ? 5 ഷെയർ ഉള്ളവർക്ക് 1 ഷെയർ വെച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ മൊത്തം ഇപ്പൊ എത്ര ഷെയർസ് കൊടുക്കേണ്ടി വരും പുതിയതായിട്ട് റൈറ്റ് ഇഷ്യൂ എന്ന രീതിയിൽ? 10,000 ഷെയർസ്. ഓക്കെ, held on that date at a premium of 20%. അതിന്റെ മാർക്കറ്റ് അതിന്റെ ഫേസ് വാല്യൂവിനേക്കാളും 20% എന്തും കൂടി കൂട്ടിയിട്ട് പ്രീമിയം കൂടി കൂട്ടിയിട്ട് അതിനർത്ഥം അതിന്റെ ഫേസ് വാല്യൂ എത്ര? 10. 10ന്റെ 20% എന്ന് പറയുമ്പോൾ എത്ര വരും? 12 രൂപ വരും അല്ലെ? 20% എന്ന് പറയുമ്പോൾ 12 രൂപ വരും. ഓക്കെ, അതിന്റെ മാർക്കറ്റ് വാല്യൂ എന്താണെന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യം ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. അക്കൗണ്ടിങ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ സാധാരണ സമ്മതന അതിന് പേരിട്ട് വിളിച്ചു എന്ത്? റൈറ്റ് ഇഷ്യൂ. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ 50,000 ഷെയർ ഉള്ളവർക്ക് 10,000 റൈറ്റ് ഇഷ്യൂ കൊടുക്കാമോ? എത്ര രൂപക്ക് ഇഷ്യൂ നടക്കാമോ? 12 രൂപക്കാണ്. അതിനകത്ത് 10 രൂപ ക്യാപിറ്റലിലേക്കും 2 രൂപ എവിടത്തേക്കും പോകും? സെക്യൂരിറ്റീസ് പ്രീമിയത്തിലേക്കും പോകും. ക്ലിയർ അല്ലേ? മാർക്കറ്റ് വാല്യൂ എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടോ ഇനി പറഞ്ഞാൽ പോലും നമുക്ക് യാതൊരു പ്രസക്തിയില്ല. ഇപ്പൊ ഉദാഹരണം വിചാരിക്ക്, ഒരു എക്സാമ്പിൾ ആയിട്ട് ഇതിന്റെ മാർക്കറ്റ് വാല്യൂ 15 ആണെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞെന്ന് വിചാരിക്കുക. അതിന്റെ മാർക്കറ്റ് വാല്യൂ 15 ആയാലും 20 ആയാലും നമുക്ക് യാതൊരു വിഷയമില്ല. നമ്മൾ എത്രയാണ് ഇത് കൊടുക്കാൻ പോകുന്നത്? 12 കൊടുക്കാൻ പോകുന്നത്. അപ്പൊ 2 rupees എന്ത് കിട്ടും? പ്രീമിയം കിട്ടും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് അപ്ലിക്കേഷൻ അലോട്ട്മെന്റ് ഒന്നും പറയാത്തതോ നമ്മൾ എന്ത് അസ്യൂം ചെയ്യും? ഫുൾ എമൗണ്ടും അപ്ലിക്കേഷൻ ത്രൂ കിട്ടുന്നു. അപ്പൊ എത്ര ഷെയർസ് ഉണ്ട്? 10,000 ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. 10,000 into 12 അല്ലെ? അപ്പൊ എത്ര കിട്ടും? 12,000 അല്ലെ? ഓക്കെ, വാ.
ഓക്കെ, ഓക്കെ, നമുക്ക് എൻട്രി ഇടാം. 13ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, അപ്പം ജേണൽ എൻട്രി പോകണം. ആദ്യം എന്ത് വരും? അപ്ലിക്കേഷൻ വരും. അപ്ലിക്കേഷൻ എന്താ? അപ്ലിക്കേഷൻ ബാങ്ക് അക്കൗണ്ട് അല്ലെ? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു എന്ത് എന്ന് കാണിക്കാം? ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ എന്ന് കാണിക്കാം അല്ലെ? ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ കാണിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഡയറക്ട്ലി ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ എന്ന് കാണിച്ചാലും തെറ്റൊന്നുമില്ല കേട്ടോ. കാരണം ഇവിടെ ആരൊക്കെയാണ് ഷെയർസ് വാങ്ങാൻ പോകുന്നത് നമുക്കറിയാം. നമ്മൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് ഡയറക്റ്റ് നമുക്കറിയാം. ഈ വരുന്ന പൈസക്ക് എന്തിന്റെ പൈസയാണ്? ക്യാപിറ്റലിലേക്ക് വരുന്ന പൈസ നമുക്കറിയാം. ഇവിടെ സെലക്ഷൻ ഒന്നും പുറത്തുള്ള ആൾക്കാരൊന്നല്ലല്ലോ, അതുകൊണ്ട് ഇവിടെ റിജക്ഷനോ കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഓക്കെ, ബട്ട് എന്നാലും നമുക്ക് നോർമൽ പ്രൊസീജിയറുകൾ ചെയ്യുകയാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ എത്ര? 10,000 ഷെയർസ് ഇൻറ്റു ഓരോരുത്തരും 12 രൂപ വെച്ച് അയക്കും. അപ്പം 1,20,000 അല്ലെ? 1,20,000 എമൗണ്ട് നമുക്ക് കിട്ടും. അതിനുശേഷം ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു എന്തെന്ന് വരും? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വരും. ടു എന്തെന്ന് വരും? സെക്യൂരിറ്റീസ് പ്രീമിയം എന്ന് വരും. മൊത്തം 1,20,000 കിട്ടിയാല് 1 lakh മാത്രം എവിടത്തേക്ക് പോകണ്ടു? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്കും. ബാലൻസ് ഉള്ള 20,000 എവിടത്തേക്ക് പോകണതാ? സെക്യൂരിറ്റീസ് പ്രീമിയത്തിലേക്ക് പോകേണ്ടതാണ്. ക്ലിയർ അല്ലേ? കഴിഞ്ഞ് റൈറ്റ് ഇഷ്യൂവിന് എൻട്രി കഴിഞ്ഞ് മാർക്ക് കിട്ടി. റൈറ്റ് ഇഷ്യൂവിന്റെ മാർക്ക് കിട്ടിയ ഫുൾ അല്ല, ആ ക്വസ്റ്റ്യൻ ആ ഏരിയന്റെ മാർക്ക് കിട്ടി. ഓക്കെ അല്ലേ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാർക്ക് ഉണ്ടല്ലോ നിങ്ങൾക്ക്. എത്രയേ ഉള്ളൂ റൈറ്റ് ഇഷ്യൂ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, നെക്സ്റ്റ് എന്താ? ഓൺ 1st May 2025 തൊട്ടടുത്ത മാസം ദി കമ്പനി ഡിസൈഡഡ് ടു ഇഷ്യൂ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ത്? ബോണസ് ഷെയർസ്. എന്താ കൊടുക്കാൻ തീരുമാനിച്ചത്? ബോണസ് ഷെയർസ്. 1 for every 5 എന്ന്. 5 ഷെയർ ഉള്ളവർക്ക് ഒരു ഷെയർ എന്ത് കൊടുക്കാൻ തീരുമാനിച്ചു? ഫ്രീ ആയിട്ട് കൊടുക്കാൻ ആര് തീരുമാനിച്ചു? നമ്മളങ്ങനെ NL ലിമിറ്റഡ് അങ്ങനെയാണ് ഫുള്ള്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? 5 ഷെയർ ഹോൾഡ് ചെയ്താൽ ഒരു ഷെയർ എന്ത് കിട്ടും? ഫ്രീ ആയിട്ട് ഷെയർ കൊടുക്കാൻ തീരുമാനിച്ചു. നേരത്തെ എന്താ? 5 ഷെയർ ഉള്ള ആൾക്കാരുടെ അടുത്ത് അല്ലെ, സോറി 5 എവറി 3 ആണ് കേട്ടോ, സോറി. ഓക്കെ, നേരത്തെ 5 ഷെയർ ഉള്ളവർക്ക് ഒരു ഷെയർ എന്താ കൊടുത്തത്? റൈറ്റ് ഇഷ്യൂ കൊടുത്തത്. അവർ പൈസ തരണം, എത്ര? 12 തരണമായിരുന്നു. ഇപ്പം 3 ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് കൊടുക്കാൻ തീരുമാനിച്ചു? ഒറ്റൊരു സിംഗിൾ ഷെയർ എന്തായിട്ട് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു? ഫ്രീ ആയിട്ട്, ബോണസ് ആയിട്ട് എന്ത് ചെയ്യണം? എടുത്തോ. ഓക്കെ, ബോണസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഓക്കെ, അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എത്ര പൈസക്ക് ഷെയർ കൊടുത്തു കഴിഞ്ഞാലും, അത് ഫ്രീ ആയിക്കോട്ടെ പ്രീമിയത്തിലായിക്കോട്ടെ, എങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും ഞാൻ പറഞ്ഞു, ഒരു ഷെയർ നമ്മൾ പുതിയതായിട്ടൊരു ഷെയർ നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഫേസ് വാല്യൂ എവിടെ എത്തിയേ പറ്റുള്ളൂ? അതിന്റെ ഷെയർ ക്യാപിറ്റലിലേക്ക് എത്തിയേ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പൈസ ഒന്നും അതായത് നമ്മളെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ യാതൊരു എമൗണ്ടും ബാങ്കിലേക്ക് വരാൻ വേണ്ടി പോകുന്നില്ല. അതായത് ക്യാഷ് ആയിട്ട് നമുക്ക് ഒരു എമൗണ്ട് ഇവിടെ കിട്ടാൻ പോകുന്നില്ല. പക്ഷെ ഒരു എമൗണ്ട് കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു, എത്ര കിട്ടിയാലും ഇനി ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും ഒരു ഷെയർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫേസ് വാല്യൂ ഏതിലേക്ക് പോകണം? ഷെയർ ക്യാപിറ്റലിലേക്ക് പോകണം. ഓക്കെ, അപ്പം ഇവിടെ ആദ്യം എത്ര നമ്പർ ഓഫ് ബോണസ് ഷെയർസ് കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, അതായത് 3 ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് എത്ര ഷെയർ കിട്ടും? ഓക്കെ, അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ എത്ര ഷെയർസ് ആണ് ഉള്ളത് അതിന് 1/3 വെച്ചിട്ടാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അല്ലെ, 1/3 വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പം ഇവിടെ എത്ര നമ്പർ ഓഫ് ഷെയർസ് ഇപ്പൊ ഉണ്ട്? ഓക്കെ, എത്ര നമ്പർ ഉണ്ടോ അത് നമ്മൾ എന്ത് ചെയ്യും? 3 വെച്ചിട്ട് 3 ഷെയർ ഉള്ള ആൾക്ക് അങ്ങനെ എത്ര 3 ഷെയർ ഉണ്ട് എന്നാ നോക്കണ്ടേ അല്ലെ? അപ്പൊ 1/3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പം 50,000 നമ്പർ ഓഫ് ഷെയർസ് ആയിരുന്നു നമ്മൾ ഈ 31st March ഈ വർഷം കഴിഞ്ഞ വർഷം അവസാനിച്ചപ്പോൾ 50,000 ഷെയർസ് ആയിരുന്നു. ഓക്കെ, നിങ്ങൾ 50,000 ഇൻറ്റു, ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ തെറ്റിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. 50,000 ഇൻറ്റു 1/3 ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം അവിടെ എന്താവും? തെറ്റും. ഓക്കെ, നമ്പർ ഓഫ് ഷെയർസ് ഇപ്പൊ 50,000 അല്ല. കാരണം എന്താ? ഈ ബോണസ് ഷെയർ കൊടുക്കുന്നത് 1st May മുമ്പ് 1st April നിങ്ങൾ എന്ത് നടത്തി? റൈറ്റ് ഇഷ്യൂ നടത്തി. ഓക്കെ, റൈറ്റ് ഇഷ്യൂ നേരത്തെ 50,000 ഇൻറ്റു 1/5 ചെയ്തിട്ട് നിങ്ങൾ എക്സ്ട്രാ പുതിയതായിട്ട് 10,000 ഷെയർസ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇഷ്യൂ ചെയ്തിട്ട്. അപ്പൊ തൊട്ട് മുമ്പ് ഒരു കാര്യം നടന്നു, അത് ഈ ക്വസ്റ്റ്യനിൽ അത് റിഫ്ലക്ട് ചെയ്തിട്ടില്ല. നിങ്ങൾ അതിനുശേഷം നിങ്ങളാണ് ഇപ്പൊ അതിന് എന്ത് പാസ് ചെയ്തത്? ജനറൽ എൻട്രി പാസ് ചെയ്തത്. അപ്പൊ നിങ്ങൾ അതിന്റെ റിഫ്ലക്ഷൻ നിങ്ങൾ കാണിക്കണം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആ ബോധം ഉണ്ടാവണം. ഓക്കെ, അപ്പൊ കമ്പനിക്ക് 50,000 ഈ കഴിഞ്ഞ വർഷം ലാസ്റ്റ് ഉണ്ടെങ്കിലും ഈ വർഷം നിങ്ങൾ റൈറ്റ് ഇഷ്യൂ നടത്തിയിട്ട് 10,000 ഷെയർസ് വീണ്ടും കൂടി. അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ഇപ്പൊ എത്രയുണ്ട്? 60,000 നമ്പർ ഓഫ് ഷെയർസ് ഉണ്ട്. ഓക്കെ, അതായത് ടോട്ടൽ ക്യാപിറ്റൽ ഇപ്പൊ എത്രയായി മാറിയിട്ടുണ്ട്? 6 lakh ക്യാപിറ്റൽ ആയിട്ട് മാറിയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? 6 lakh ക്യാപിറ്റൽ ആയിട്ട് മാറിയിട്ടുണ്ട് ഈ കാര്യം നടന്നതിന് ശേഷം 1st April.
ഓക്കെ, ഇപ്പൊ 60,000 ഷെയർസിന് 1/3 അല്ലെ, 3 ഷെയർ ഉള്ളവർക്ക് വെച്ചിട്ട് കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മൊത്തം ഇപ്പൊ എത്ര ഷെയർ കൊടുക്കേണ്ടി വരുടാ? 20,000 അല്ലെ, 20,000 ഷെയർസ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യേണ്ടി വരും. ഓക്കെ, അതായത് 3 ഷെയർ ഉള്ളവർക്ക് 1 ഷെയർ വെച്ചിട്ട് കൊടുക്കാൻ തീരുമാനിച്ച അപ്പൊ എന്ത് സംഭവിക്കേണ്ടി വരും? 20,000 ഷെയർസ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിലും ബോണസ് ഷെയർസ് അല്ല, ബോണസ് ഇപ്പൊ എത്ര കൊടുക്കേണ്ടി വരും? ബോണസ് 20,000 ഷെയർസ് ആണ്. ഓക്കെ, ആ 20,000 ഇൻറ്റു നിങ്ങൾ ഫ്രീ ആയി ബാങ്കിൽ ഒരു പൈസ നിങ്ങൾക്ക് അസറ്റ് ആയിട്ട് ഡെബിറ്റ് ആയിട്ട് ബാങ്കിലേക്ക് ഒന്നും വരുന്നില്ലെങ്കിലും നിങ്ങൾ ലയബിലിറ്റി ആയ ഷെയർ ക്യാപിറ്റലിലേക്ക് നിങ്ങൾ അതിന്റെ ഫേസ് വാല്യൂ ആയ ഇൻറ്റു 10 ചെയ്തിട്ട് 2 lakh rupees എവിടത്തേക്ക് പോകണം? അതിന്റെ ഷെയർ ക്യാപിറ്റലിലേക്ക് എത്തിയേ പറ്റുള്ളൂ. അപ്പൊ ഇത് എവിടെ നിന്ന് എടുക്കും? ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ ക്യാപിറ്റലിലേക്ക് 2 lakh എടുക്കണം. അപ്പൊ ഇതിനെ എവിടെ നിന്ന് ഈ എമൗണ്ട് ഡെബിറ്റ് ചെയ്ത് എടുക്കും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഓക്കെ, അപ്പൊ കമ്പനീസ് ആക്ട് പറയാണ് കുറെ പ്രോഫിറ്റ് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ? ആ ലാഭത്തിൽ നിന്ന് എടുത്തിട്ട് കൊടുത്തോ. നിങ്ങൾ ഓണേഴ്സ് അല്ലേ, നിങ്ങൾ ഓണേഴ്സിന്റെ ആൾക്കാർക്ക് തന്നെയല്ലേ കൊടുക്കുന്നേ. അപ്പൊ നിന്റെ സ്വന്തം ഓണേഴ്സിന് നീ എന്ത് ചെയ്തോ? നിന്റെ പ്രോഫിറ്റിൽ നിന്ന് എടുത്ത് കൊടുത്തോ എന്നാ പറഞ്ഞത്. അതായത് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്ന് എടുത്ത് കൊടുത്തോ? നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത് വെച്ച റിസർവ്സ്, ആ റിസർവ്സ് ഒന്ന് കൊടുത്തോ എന്നാണ് പറഞ്ഞത്. ഓക്കെ, നമ്മൾ ഇന്നലെ അതായത് CRR ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു നമ്മളെ ഫ്രീ റിസർവ്സിൽ നിന്ന് മാത്രമേ എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ? CRR ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഓക്കെ, അപ്പൊ റിസർവ്സ് അങ്ങനെ പല കാറ്റഗറീസ് ഉണ്ട്. സെക്യൂരിറ്റീസ് പ്രീമിയം ഉണ്ട്, ഫ്രീ റിസർവ്സ് ആയ ജനറൽ റിസർവ്, ഒക്കെ ഉണ്ട്. പിന്നെ ആ ഫ്രീ റിസർവ്സ് ഇന്നലെ റിഡംഷന്റെ സമയത്ത് ക്രിയേറ്റ് ചെയ്ത CRR, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, അങ്ങനെ പല തരത്തിലുള്ള റിസർവ്സ് ഉണ്ട്. ഇതിൽ ഏതൊക്കെ റിസർവ്സ് ആണ് ബോണസ് കൊടുക്കാൻ പറ്റാമെന്ന് ചോദിച്ചപ്പോൾ കമ്പനീസ് ആക്ട് പറഞ്ഞു ഓക്കെ, നിങ്ങൾക്ക് ബോണസ് കൊടുക്കാം. അതായത് ഒരു ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, ഒരു ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ്, അത് ഫുള്ളി പെയ്ഡ് മീൻസ് അതായത് എല്ലാ പൈസയും അടച്ച പോലത്തെ ഒരു ഷെയർ എന്ത് ചെയ്യാം? ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, അത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന റിസർവ് ആണ് എന്ത്? CRR. നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം? CRR യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾ എന്ത് യൂസ് ചെയ്യാം? നിങ്ങളെ സ്വന്തം സെക്യൂരിറ്റീസ് പ്രീമിയം യൂസ് ചെയ്യാം. അതേപോലെ എന്ത് യൂസ് ചെയ്യാം? ഫ്രീ റിസർവ്സും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ കമ്പനീസ് ആക്ട് പറഞ്ഞു നിങ്ങൾക്ക് ഈ 3 റിസർവ്സ് ഏത് റിസർവ്സ് യൂസ് ചെയ്തിട്ടും നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? ബോണസ് ഷെയർസ് കൊടുക്കാം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം അങ്ങനെ കമ്പനീസ് ആക്ട് പറഞ്ഞല്ലോ. ബട്ട് നമ്മൾ അക്കൗണ്ടിങ് പോയിന്റ് ഓഫ് വ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബോണസ് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും ആദ്യം ആര് യൂസ് ചെയ്യണം? CRR ഫസ്റ്റ് യൂസ് ചെയ്യുക. CRR തീർന്നു കഴിഞ്ഞിട്ട് CRR ഇല്ല അല്ലെ, CRR തീർന്നു, ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രം സെക്കൻഡ് ആര് ഉപയോഗിക്കുക? സെക്യൂരിറ്റീസ് പ്രീമിയം തീർന്നു അല്ലെ, സെക്യൂരിറ്റീസ് പ്രീമിയം ഇല്ലെങ്കിൽ മാത്രമാണ് എന്ത് യൂസ് ചെയ്യേണ്ടു? ഫ്രീ റിസർവ്സ് യൂസ് ചെയ്യേണ്ടു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, CRR എന്ന് പറയുന്ന ഈ റിസർവ് നമുക്ക് ആകെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സിറ്റുവേഷൻ ബോണസിന്റെ സമയത്താണ്. ഓക്കെ, സെക്യൂരിറ്റീസ് പ്രീമിയം എന്ന റിസർവ് നമുക്ക് യൂസ് ചെയ്യാൻ 5 ഓപ്ഷൻസേ തന്നിട്ടുള്ളൂ. അതിൽ 133 ഫോളോ ചെയ്യുന്ന കമ്പനിക്ക് ഞാൻ ഇന്നലെ ഓൾറെഡി പറഞ്ഞതാണ്. 133 ഫോളോ ചെയ്യുന്ന കമ്പനിക്ക് എന്ത് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ? 133 ഫോളോ ചെയ്യുന്ന കമ്പനിക്ക് ആകെ 3 ഓപ്ഷൻസ് മാത്രമേ, 5ന്ന് 2 പോകും. ഓക്കെ, അപ്പൊ നോർമലി പറയാണ് 5 ഓപ്ഷൻസ് സെക്യൂരിറ്റീസ് പ്രീമിയം, അതിൽ ഒരു ഓപ്ഷൻ ആണ് എന്ത്? ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്. ഫ്രീ റിസർവ്സ് നമുക്ക് എന്തിനു യൂസ് ചെയ്യാം? അപ്പം ഈ രണ്ട് റിസർവ്സിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ ലിമിറ്റേഷൻസ് ഉള്ള റിസർവ്സ് അത് യൂസ് ചെയ്യാൻ ഒരു അവസരം കിട്ടുമ്പോൾ ലിമിറ്റേഷൻസ് ഉള്ള സാധനങ്ങൾ ആദ്യം യൂസ് ചെയ്ത് തീർക്കുന്നതിൽ ഏറ്റവും നല്ലത്, അതിൽ ഏറ്റവും കൂടുതൽ ലിമിറ്റേഷൻ ആയിരിക്കും CRR. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് അക്കൗണ്ടിങ് പോയിന്റ് ഓഫ് വ്യൂ ആദ്യം ആര് യൂസ് ചെയ്യാം? CRR. എന്നിട്ട് മാത്രം സെക്യൂരിറ്റീസ് പ്രീമിയം, എന്നിട്ടും എത്തുന്നില്ലെങ്കിൽ മാത്രം ആര് യൂസ് ചെയ്താൽ മതി? ഫ്രീ റിസർവ്സിന് എന്ത് ചെയ്താൽ മതി? യൂസ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അപ്പം ഈ ക്വസ്റ്റ്യൻ പ്രകാരം നോക്കുകയാണെങ്കിൽ 2 lakh അല്ലെ, 2 lakh നമുക്ക് എന്ത് വേണം? മൊത്തം ഫണ്ട് ഷെയർ ക്യാപിറ്റലിലേക്ക് 2 lakh വേണം. അപ്പൊ നമ്മൾ റിസർവ്സ് 2 lakh വേണം. അപ്പൊ ആദ്യം നമുക്ക് ഏത് റിസർവ് എടുക്കാം? CRR എടുക്കാം. CRR എത്ര മാത്രമേ ഉള്ളൂ? 75,000 മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ CRR അപ്പൊ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എൻട്രി ഇടുകയാണെങ്കിൽ CRR നിന്ന് ആദ്യം CRRലേക്ക് ക്രെഡിറ്റ് ചെയ്ത് വെച്ചാൽ ആ റിസർവ് പ്രോഫിറ്റ് മൊത്തം ഡെബിറ്റ് ചെയ്യണം. എത്ര? 75,000 നമുക്ക് CRR എടുക്കാം. ഓക്കെ, ഇനി പോരാ, നമുക്ക് 2 lakh വേണം. ഇനിയും 1,25,000 വേണം. അത് എവിടെ നിന്ന് എടുക്കാം? സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിൽ നിന്ന് എടുക്കാം. സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ എത്രയുണ്ട്? 30,000 മാത്രം. ഇനി ക്യാഷ് എന്ന് പറയാൻ കാരണം അതായത് സെക്യൂരിറ്റീസ് പ്രീമിയം, അത് കമ്പനീസ് ആക്ടിൽ എടുത്ത് പറയുന്നുണ്ട്, ക്യാഷ് ആയിട്ട് കിട്ടിയ സെക്യൂരിറ്റീസ് പ്രീമിയം മാത്രമേ നമുക്ക് എന്തിന് യൂസ് ചെയ്യാൻ പാടുള്ളൂ?
ബോണസ് കൊടുക്കാൻ യൂസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ചില ക്വസ്റ്റ്യൻസിൽ കളക്ടഡ് ഇൻ ക്യാഷ് എന്ന് പറയും, ചില ക്വസ്റ്റ്യൻസിൽ എന്തായിരിക്കും സൈലന്റ് ആയിരിക്കും. സൈലന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അസ്യൂം ചെയ്യുക അത് കളക്ടഡ് ഇൻ ക്യാഷ് ആയിരിക്കും. ഇനി അഡീഷണലി പ്രത്യേകിച്ച് എന്ത് ചെയ്യണം, എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ എന്ത് നോക്കിയാൽ മതി, എടുത്ത് പറഞ്ഞാൽ മാത്രമേ എന്ത് ശ്രദ്ധിച്ചാൽ മതി, സെക്യൂരിറ്റീസ് പ്രീമിയത്തിനെ ശ്രദ്ധിച്ചാൽ മതി. അത് നോർമലി അങ്ങനെ ഇതുവരെ എവിടെയും ടെസ്റ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, എന്നാലും ജസ്റ്റ് മനസ്സിലാക്കാം, ചിലപ്പോൾ ട്രൂ ഓർ ഫോൾസിലൊക്കെ ചോദിക്കാം. സെക്യൂരിറ്റീസ് പ്രീമിയം കളക്ടഡ് ഇൻ ക്യാഷ് മാത്രമേ നമുക്ക് ബോണസിന് യൂസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഓക്കെ, ബട്ട് സെക്യൂരിറ്റീസ് പ്രീമിയം ഇവിടെ എത്രയേ ഉള്ളൂ, 30,000 ഉള്ളൂ. അപ്പൊ സെക്യൂരിറ്റീസ് പ്രീമിയം 30,000 യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഓക്കെ, ഇവിടെയുള്ള ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ, അതായത് 31 മാർച്ച് 2025 ആണ് സെക്യൂരിറ്റീസ് പ്രീമിയം എത്ര ഉണ്ടായത്, 30,000 ഉണ്ടായത്. ഇപ്പൊ എവിടെ എത്തി, ഫസ്റ്റ് മെയിൽ എത്തി. ഓക്കെ, ഇതിന്റെ ഇടയിൽ നിങ്ങൾ പുതിയതായിട്ട് ഒരു കാര്യം ചെയ്തു. ഫസ്റ്റ് ആപ്പിൽ പുതിയതായിട്ട് കുറച്ച് ഷെയർസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇഷ്യൂ ചെയ്തപ്പോൾ, നേരത്തെ നമ്പർ ഓഫ് ഷെയർ ഇവിടെ ഒരു 10,000 കൂടി എന്ന് പറഞ്ഞില്ലേ, 10,000 കൂടി എന്ന് പറഞ്ഞില്ലടാ. അതേപോലെ ആ ഇഷ്യൂവിന് എൻട്രി ഇടുന്ന സമയത്ത് ക്യാപിറ്റലും അതുപോലെ ബാങ്കിൽ എമൗണ്ടും കൂടിയിട്ടുണ്ട്. അതേപോലെ ഒരാളും കൂടി കൂടിയിട്ടുണ്ടായിരുന്നു, എന്ത്, സെക്യൂരിറ്റീസ് പ്രീമിയം അല്ലെ, അതല്ല. ഓക്കെ, എന്തും കൂടി കൂടിയിട്ടുണ്ടായിരുന്നു, സെക്യൂരിറ്റീസ് പ്രീമിയം എത്ര ഇൻക്രീസ് ആയിട്ടുണ്ട്, 20,000. ഓക്കെ, അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ആപ്പിൽ ഇട്ട എൻട്രി കാരണം ഈ ബോണസ് ഇഷ്യൂ നടക്കുന്നതിന് മുമ്പ് ഇതിലൊരു ചേഞ്ച് സംഭവിച്ചു. ഇവിടെ ഒരു 1 lakh അല്ലെ, ഇവിടെ ഒരു 1 lakh കൂടി. ഓക്കെ, അതേപോലെ ബാങ്ക് ഇവിടെ കാണിക്കുന്നില്ല. ഓക്കെ, ബാങ്കിൽ എന്തായിട്ടുണ്ടാവും, 1,20,000 കൂടിയിട്ടുണ്ട്. ആ 20,000 എവിടെ വന്നേ, സെക്യൂരിറ്റീസ് പ്രീമിയത്തിലാണ്. അപ്പൊ സെക്യൂരിറ്റീസ് പ്രീമിയം എത്രയുണ്ട്, 30+ ഈ പുതിയതായിട്ട് വന്ന 20 കൂടി ടോട്ടൽ ചെയ്തിട്ട് 50,000 എന്തുണ്ട്, സെക്യൂരിറ്റീസ് പ്രീമിയം ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു എൻട്രി ഇടുന്ന സമയത്ത് ഈ ബാലൻസ് ഷീറ്റിൽ വന്ന ചേഞ്ചസ് ഒക്കെ ആദ്യമേ നോട്ട് ചെയ്ത് വെച്ച്, ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കാം. ആദ്യം നിങ്ങൾ എൻട്രി ഇട്ട് അതിന്റെ ചേഞ്ചസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ അടുത്ത എൻട്രി അങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് മിസ്റ്റേക്സ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇപ്പൊ സെക്യൂരിറ്റീസ് പ്രീമിയം എത്രയുണ്ട്, 30,000 അല്ല, എത്രയുണ്ട്, 50,000 ഉണ്ട്. അപ്പൊ 50,000 നമുക്ക് എവിടെ നിന്ന് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, സെക്യൂരിറ്റീസ് പ്രീമിയത്തിന് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ എത്രയായി, മൊത്തം 1,25,000 ആയി. ഇനി എത്രയും കൂടി വേണം, ഒരു 75,000 കൂടി വേണം. അത് നമുക്ക് എവിടെ നിന്ന് എടുക്കാം, നമ്മളെ ഫ്രീ റിസർവ്സ് എടുക്കാം. ഫ്രീ റിസർവ്സ് 2 ഉണ്ട്, ജനറൽ റിസർവും പി ആൻഡിലും. ആക്ച്വലി കമ്പനീസ് ആക്ടിന്റെ റൂൾ പ്രകാരം നമുക്ക് ഇതിൽ ഏത് യൂസ് ചെയ്താലും യാതൊരു മിസ്റ്റേക്കും, യാതൊരു കുഴപ്പമില്ല. ബട്ട് ICA പൊതുവെ ഫസ്റ്റ് യൂസ് ചെയ്യാനായിരിക്കും, ജനറൽ റിസർവ് ആണ്. നമുക്ക് അതുകൊണ്ട് എന്ത് ചെയ്യാം, ജനറൽ റിസർവ് യൂസ് ചെയ്യാം. പി ആൻഡിൽ യൂസ് ചെയ്താലും ശരി തന്നെയാണ്, യാതൊരു മിസ്റ്റേക്കും ഇല്ല. ഓക്കെ, ഇനി എത്രയും കൂടി ബാക്കിയുണ്ട്, 75,000 കൂടി വേണം അല്ലെ. ഓക്കെ, ഇവിടെ 1,23,000 ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട് അല്ലെ. 75,000 കൂടി എവിടെ നിന്ന് എടുത്തു, ജനറൽ റിസർവിലേക്ക് എടുത്തു. ഇത് മൊത്തം എവിടത്തേക്ക് പോകണ്ട, ഇതെല്ലാം എന്തിനാ എടുത്ത, ഡെബിറ്റ് ചെയ്ത, ഇതൊക്കെ എവിടത്തേക്ക് ക്രെഡിറ്റ് ചെയ്ത് വെക്കണം, ക്യാപിറ്റലിലേക്ക്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്ക് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ക്ലിയർ അല്ലേ? ഓക്കെ, ബട്ട് നമ്മൾ അങ്ങനെയല്ല, ഒറ്റയടി ക്രെഡിറ്റ് അല്ല ചെയ്യാൻ. നമ്മൾ ആദ്യം ബോണസ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ബോണസ് ഷെയർസ് കൊടുക്കുന്നതിന് മുമ്പ് കമ്പനി മീറ്റിംഗ് വിളിച്ചിട്ട് എന്ത് ചെയ്യും, തീരുമാനിക്കുന്ന സമയത്ത് ഓക്കെ ഇത്രയും എമൗണ്ട് ബോണസിന് വേണ്ടി ആദ്യം എന്ത് ചെയ്യണം, മാറ്റി വെക്കണം. അപ്പം ആദ്യം എന്താക്കണം, ഡ്യൂ ചെയ്യുക. ഓക്കെ, ഇത്രയും എമൗണ്ട് ടു എന്തിന് കൊടുക്കാനുണ്ട് എന്ന രീതിയിൽ മാറ്റി വെക്കുക. ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് എന്ന രീതിയിൽ ആദ്യം എന്ത് ചെയ്ത് വെക്കാം, അങ്ങനെ ഒരു അക്കൗണ്ടിലേക്ക് മാറ്റി വെക്കുക. ഓക്കെ, എത്ര, 2 lakh. ഓക്കെ, അങ്ങനെ മാറ്റി വെച്ചു. പിന്നീട് ബോണസ് ഷെയർസ് ആക്ച്വലി കൊടുക്കുന്ന സമയത്താണ് അത് എന്ത് ചെയ്യണ്ടോ, ആ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സിലേക്ക് മാറ്റി വെച്ച ആ മൊത്തം എമൗണ്ട് തിരിച്ച് ഡെബിറ്റ് ചെയ്യുക. ആ 2 lakh തിരിച്ച് ഡെബിറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് മാറ്റുക, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റിയാൽ മതി. ക്ലിയർ അല്ലേ? ഇതാണ് എന്തിന്റെ എൻട്രി എന്ന് പറയുന്നത്, ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന്റെ എൻട്രി. ഓക്കെ, ക്ലിയർ അല്ലേ? ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന്റെ എൻട്രി. ഓക്കെ, അപ്പൊ ഇതാണ്, സിമ്പിൾ ആണ്. റൈറ്റ് ഇഷ്യൂ സിമ്പിൾ ആണ്, ബോണസ് സിമ്പിൾ ആണ്. ഇതേപോലത്തെ ഇവിടെ ഈ ക്വസ്റ്റൻസിലൊക്കെ വരുന്ന മിസ്റ്റേക്ക്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വിട്ടുപോകുക. ഓക്കെ, നിങ്ങളോട് ചിലപ്പം ഇപ്പൊ ആദ്യം റേറ്റ് ഇഷ്യൂ വന്ന് എന്നിട്ടാ ബോണസ് വന്നത്. അപ്പം റേറ്റ് ഇഷ്യൂ നടന്നത് കാരണം കുറച്ച് ചേഞ്ചസ് ഇവിടെ വന്നു. ഓക്കെ, അപ്പം പിന്നെ ബോണസ് ചെയ്യുന്ന സമയത്ത് ആ ഷെയർസിന്റെ നമ്പറിൽ കൂടിയ വ്യത്യാസവും സെക്യൂരിറ്റീസ് പ്രീമിയത്തിന് വന്ന വ്യത്യാസമൊക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ മറക്കരുത്. ചില സിറ്റുവേഷനിൽ ആദ്യം ബോണസ് പറയാം, പിന്നെ ആയിരിക്കും റേറ്റ് ഇഷ്യൂ വരിക. അപ്പൊ ബോണസ് വന്ന സമയത്ത് ബോണസ് നടന്നത് കാരണം എന്ത് ചേഞ്ച് ആയിട്ടുണ്ടാവും, അവിടെയും നമ്പർ ചേഞ്ച് ആയിട്ടുണ്ടാവും, നമ്പർ ഓഫ് ഷെയർസ്. അപ്പൊ റേറ്റ് ഇഷ്യൂവിന്റെ നമ്പർ ഓഫ് ഷെയർസ് എത്ര ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് കൺസിഡർ ചെയ്യണം. ഓക്കെ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്താൽ മതി, കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ മതി. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസിൽ എന്ത് വരാൻ ചാൻസ്, മിസ്റ്റേക്ക് വരാൻ വേണ്ടി ചാൻസ്. അല്ലാതെ നോർമലി നിങ്ങൾക്ക് മിസ്റ്റേക്ക് സിമ്പിൾ ആയിട്ടുള്ള ഈ കാര്യം പഠിക്കാൻ, എൻട്രീസ് പഠിക്കാൻ ഇത്രയേ ഉള്ളൂ. എമൗണ്ട് കാൽക്കുലേഷനിൽ ചിലപ്പോൾ എന്ത് വരാം, മിസ്റ്റേക്ക് കാര്യങ്ങൾ വരാം. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താ,
കമ്പനി കൺസിസ്റ്റ് ഓഫ് 40,000 ഇക്വിറ്റി ഷെയർസ്. ഒരു കമ്പനിക്ക് 40,000 എന്തുണ്ട്, ഇക്വിറ്റി ഷെയർ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അണ്ടർ ഈച്ച് അല്ലെ, അണ്ടർ ഈച്ച് എന്ന് പറയുമ്പോൾ അപ്പൊ എത്ര 400 ഷെയർസ് ഉണ്ടാവും അല്ലെ, 400 ഷെയർസ്. ഓക്കെ, ഇറ്റ് ഓഫേഴ്സ് എ ന്യൂ ഷെയർസ് ഓഫ് അണ്ടർ ഈച്ച് അറ്റ് 25% പ്രീമിയം ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർ അല്ലെ. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർക്ക് അപ്പൊ എന്ത് ഇഷ്യൂ ആയിരിക്കും, റൈറ്റ് ഇഷ്യൂ അല്ലെ. ഫ്രീ ആയിട്ടല്ല കൊടുക്കുന്നത്, വൺ അല്ലെ, എത്രയാണ് കൊടുക്കുന്നത്, അറ്റ് 125%. അപ്പൊ എത്ര 125 എന്ത് ചെയ്യാൻ പോകുന്നത്, ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആയിരിക്കാം എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർ 1 for every 4 എന്നാണ് അല്ലെ. അപ്പൊ 4 ഷെയർ ഉള്ളവർക്കാണ് 4 അല്ലെ, 4 ഷെയർ ഉള്ളവർക്ക് ഒരു ഷെയർ വെച്ചിട്ട് എന്ത് കൊടുക്കും, ഷെയർ കൊടുക്കും. ഓക്കെ, അപ്പം ചുരുക്കത്തിൽ പറഞ്ഞാൽ 400 ഷെയർ ഉണ്ടല്ലോ, 400 ഷെയർ അപ്പൊ ഇൻറ്റു 1/4 ചെയ്യുന്ന സമയത്ത് 100 ഷെയർ എന്ത് രീതിയിൽ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പോക്കാം, പുതിയതായിട്ടൊരു 100 ഷെയറും കൂടി റൈറ്റ് ഇഷ്യൂ മാനറിൽ 125 റുപ്പീസ് നമ്മൾ കമ്പനി എന്ത് ചെയ്യാൻ വേണ്ടി പോക്കാം, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർക്ക് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പോക്കാം. ഓക്കെ അല്ലേ, ഓക്കെ യാ. ബട്ട് ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദി കം റൈറ്റ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ഷെയർ ഈസ് 150. കാൽക്കുലേറ്റ് ദി വാല്യൂ ഓഫ് റൈറ്റ്, വാട്ട് ഷുഡ് ബി ദി എക്സൈറ്റ് പ്രൈസ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ഷെയർ. എന്താ അങ്ങനെയൊക്കെ പറഞ്ഞാല്, ഇതെന്താ സാധനം, കേട്ടവരൊക്കെ ഉണ്ടാവേ, ചിലർക്ക് ചിലപ്പം പൊതുവെ ഈ ഏരിയയിൽ നിന്ന് ഇതുവരെ ക്വസ്റ്റ്യൻസ് ഒന്നും ട്രൈ ചെയ്യാത്തത് കൊണ്ട് ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഇതുവരെ ചിലപ്പോൾ കേൾക്കാത്തവരൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം. ഓക്കെ യാ, അതായത് എക്സ് റേറ്റ് പ്രൈസ് ആൻഡ് കം റേറ്റ് പ്രൈസ്. അത് എവിടെ വേണമല്ലോടാ, സോറി സ്ഥലം ചെറുതായിട്ട് മാറിപ്പോയി. ബോണസ് റേറ്റ് ഇഷ്യൂ, വാല്യൂ ഓഫ് റേറ്റ്, കം റേറ്റ് പ്രൈസ്, എക്സ് റേറ്റ് പ്രൈസ്. ഓക്കെ, ഇതാണ് നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞത്. അല്ലാതെ റേറ്റ് ഇഷ്യൂലോ ജേർണൽ എൻട്രി ഇടാനല്ല പറഞ്ഞത്. അതാണെങ്കിൽ നിങ്ങൾ ചുളൂല എഴുതൂലേനാ, സിമ്പിൾ അല്ലേ. ഓക്കെ, അപ്പൊ ഇവിടെ അതല്ല ചോദിച്ചത്, കം റേറ്റ് വാല്യൂം എക്സ് റേറ്റ് വാല്യൂം അതുപോലെ വാല്യൂ ഓഫ് റേറ്റ്. അതിൽ കം റേറ്റ് വാല്യൂ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്, എക്സ് റേറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്, വാല്യൂ ഓഫ് റേറ്റും കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ കം റേറ്റ് നിന്ന് എക്സ് റേറ്റ് കുറച്ച എമൗണ്ട് ആണ് എന്ത് എന്ന് പറയുന്നത്, വാല്യൂ ഓഫ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ റൈറ്റ് ഇഷ്യൂ നടത്തുന്നതിന് മുമ്പ് ഒരു ഷെയറിന് ഉണ്ടാവുന്ന വാല്യൂ, ഓക്കെ, അതിനാണ് എന്തെന്ന് പറയാ, കം റേറ്റ് എന്ന് പറയാം. അതായത് റൈറ്റ് ഇഷ്യൂ നടക്കുന്നതിന് തൊട്ട് മുമ്പ് ആ ഒരു ഷെയറിന്റെ വാല്യൂവിനാണ് എന്തെന്ന് പറയാ, കം റേറ്റ് വാല്യൂ എന്ന് പറയാം. എക്സ് റേറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ റൈറ്റ് ഇഷ്യൂ നടന്നതിന് ശേഷം ആ ഷെയറിന്റെ വാല്യൂ ചെറിയ എന്ത് സംഭവിക്കും, കുറവ് സംഭവിക്കും. ഓക്കെ, അപ്പൊ റൈറ്റ് ഇഷ്യൂ നടന്നതിന് ശേഷം ആ കമ്പനിയുടെ ഒരു ഷെയറിന്റെ വാല്യൂവിനെയാണ് എന്തെന്ന് പറയാം, എക്സ് റേറ്റ് വാല്യൂ എന്ന് പറയാം. ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസിനാണ് എന്ത്, വാല്യൂ ഓഫ് റേറ്റ്. ചിലപ്പം ഇങ്ങനെയൊക്കെ കേട്ടപ്പം ചിലപ്പം എന്തേലൊക്കെ കത്തിയവരുണ്ടാവും, ഒന്നും കത്താത്തവരുണ്ടാവും. ഓക്കെ, വാട്ടവർ. അതായത് ഇവിടെ പറയുകയാണെങ്കിൽ, ഓക്കെ, ഈ കേസിൽ നോക്കുകയാണെങ്കിൽ അതിന്റെ ഇപ്പോഴത്തെ കം റേറ്റ് മാർക്കറ്റ് പ്രൈസ് എത്രയുണ്ട്, 150. അതായത് ചുരുക്കത്തിൽ പറയുന്നത് റൈറ്റ് ഇഷ്യൂ നടക്കുന്നതിന് മുമ്പ് ആ ഒരു ഷെയറിന്റെ മാർക്കറ്റിലെ വാല്യൂ, അതായത് ആ ഷെയറിന്റെ നെറ്റ് വർത്ത്, ആ ഷെയർ ഹോൾഡ് ചെയ്തിരിക്കുന്ന എനിക്ക് ആ ഷെയർ ഇപ്പൊ വിറ്റാ കിട്ടാൻ പോകുന്ന പൈസയാണ് എന്തെന്ന് പറയുന്നത്, ആ കം റേറ്റ് മാർക്കറ്റ് പ്രൈസ്. എന്ത് നടക്കുന്നതിന് മുമ്പ്, റൈറ്റ് ഇഷ്യൂ നടക്കുന്നതിന് മുമ്പ് എൻ്റെ കയ്യിലുള്ള ഒരു ഷെയറിന്റെ വാല്യൂ എത്രയാണ്, 150 ആണ്. അതായത് ആ ഷെയർ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ എത്ര ചെലവാക്കണമായിരുന്നു, എത്ര ഞാൻ ചെലവാക്കിയിട്ടുണ്ട്, 150 ചെലവാക്കിയിട്ടുണ്ട് എന്നർത്ഥം. ഓക്കെ, അപ്പം ഇവിടെ പറയാണ്, ഓക്കെ 40,000 ഷെയർസ് ഉണ്ട് അല്ലെ, 40,000 ഷെയർസ് ഉണ്ട്. പക്ഷെ നേരത്തെ ഞാൻ 400ന്റെ എന്തോ കാൽക്കുലേഷൻ അത് തെറ്റിപ്പോയതാണ്. ഓക്കെ, 100 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഇത് നമ്പർ ഓഫ് ആണ്, ഞാൻ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് തെറ്റായിരുന്നു. ഓക്കെ, സോറി. ഓക്കെ, അപ്പൊ 40,000 ഇക്വിറ്റി ഷെയർ, 40,000 ഇക്വിറ്റി ഷെയർ ഉണ്ട്, എത്ര 100. അപ്പൊ 40,000 ഇൻറ്റു 100 ആണ് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എത്ര 40 lakh വരും. ഓക്കെ, സോറി നേരത്തെ പറഞ്ഞ തെറ്റതാണ്. ഓക്കെ, അപ്പൊ 40,000 ഇക്വിറ്റി ഷെയർ ഉണ്ട്, അതിന്റെ ഇൻറ്റു 1/4 ആണ് റൈറ്റ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എത്ര വരും, 10,000 നമ്പർ ഓഫ് ഷെയർസ് പുതിയതായിട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഇവിടെ അതൊന്നല്ല പ്രസക്തി. ഓക്കെ, ഇവിടെ നമുക്ക് എക്സ് റേറ്റ് എത്രയാണെന്ന് അറിയണം. അതായത് റൈറ്റ് ഇഷ്യൂ നടന്നതിന് ശേഷം എത്രയായിരിക്കും ആ ഷെയറിന്റെ വാല്യൂവിൽ ഒന്ന് ചേഞ്ച് എന്നും, ഈ രണ്ട് വാല്യൂസും തമ്മിൽ, കം റേറ്റും എക്സ് റേറ്റും തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ട്, അതായത് വാല്യൂ ഓഫ് റേറ്റ്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ചുരുക്കത്തിൽ പറയുന്ന റൈറ്റ് ഇഷ്യൂ കിട്ടണമെങ്കിൽ ഒരാളുടെ കയ്യിൽ മിനിമം എത്ര ഷെയർസ് വേണം, 4 ഷെയർ വേണം. ഓക്കെ, അപ്പൊ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങളിൽ ഒരാൾക്ക് നിങ്ങൾക്ക് എന്ത് കിട്ടാൻ പോക്കാം, റൈറ്റ് ഇഷ്യൂ കിട്ടണമെങ്കിൽ മിനിമം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ട ഷെയർ എത്ര, 4 ഷെയർ ആണ്.
ഓക്കെ, അതിൽ ഒരു ഷെയറിന് നിങ്ങൾ ആ ഒരു ഷെയർ വാങ്ങാൻ വേണ്ടി നിങ്ങൾ ഇപ്പൊ എത്ര ചെലവാക്കിയിട്ടുണ്ടാവും? റൈറ്റ് ഇഷ്യൂന്റെ സമയത്തല്ല, അതിന് മുമ്പ് അതിൽ ഒരു ഷെയർ വാങ്ങണമെങ്കിൽ നിങ്ങൾ എത്ര ചെലവാക്കിയിട്ടുണ്ടാവും? 150. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതായത് ഒരു ഷെയറിന് 150 ആണ് അല്ലെ, 150 പെർ ഷെയർ ആണ്. അങ്ങനെയാണ് ടോട്ടൽ നിങ്ങൾ എത്ര സ്പെൻഡ് ചെയ്തു? 150 ഇൻറ്റു 4 വെച്ച് നിങ്ങൾ എന്ത് ചെയ്തു? സ്പെൻഡ് ചെയ്തു അല്ലെ. 150 ഇൻറ്റു 4 വെച്ച് നിങ്ങൾ എന്ത് ചെയ്തു? സ്പെൻഡ് ചെയ്തു. അപ്പൊ അങ്ങനെ എത്ര? 500 അല്ലെ, സോറി 600 വരും അല്ലെ. ഓക്കെ, 600 റുപ്പീസ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ടോട്ടൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ 600 റുപ്പീസ് സ്പെൻഡ് ചെയ്തത് കാരണമാണ് നിങ്ങൾക്ക് ഇപ്പൊ എന്ത് കിട്ടിയത്? 1 റൈറ്റ് ഇഷ്യൂ കിട്ടിയത്. ഓക്കെ, ആ 1 റൈറ്റ് ഇഷ്യൂ വാങ്ങുവാണെങ്കിൽ അത് നിങ്ങൾ ഇപ്പൊ എത്ര ചെലവാക്കിയാൽ മതി? 125 അല്ല, 100 പ്ലസ് 25. ഇപ്പൊ ആ പുതുതായിട്ട് വരുന്നത് നിങ്ങൾ എത്ര സ്പെൻഡ് ചെയ്താൽ മതി? 1 റൈറ്റ് ഇഷ്യൂക്ക് വേണ്ടി നിങ്ങൾ എത്ര സ്പെൻഡ് ചെയ്താൽ മതി? 125 സ്പെൻഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു റൈറ്റ് ഇഷ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം 4 ഷെയർ വാങ്ങിയിട്ടുണ്ടാകണം. അപ്പൊ അങ്ങനെ മിനിമം കേസിലാണ് നോക്കണം. ഏറ്റവും മിനിമം രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് മിനിമം 4 ഷെയർ വാങ്ങണമെങ്കിൽ നിങ്ങൾ എത്ര മുമ്പ് ചെലവാക്കണം? അതിന്റെ മുമ്പത്തെ വാല്യൂ ആയ 150 വെച്ച് നോക്കുകയാണെങ്കിൽ 600 രൂപ നിങ്ങൾ മൊത്തം ചെലവാക്കണം. ഇപ്പൊ റൈറ്റ് ഇഷ്യൂ നടക്കാൻ വന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു 4 ഷെയർസ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഷെയർ റൈറ്റ് ഇഷ്യൂ കിട്ടും. അപ്പൊ ആ ഒരു ഷെയർ നിങ്ങൾ എത്ര സ്പെൻഡ് ചെയ്താൽ മതി? 125. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു, ഇപ്പൊ ടോട്ടൽ ആയിട്ട് നിങ്ങൾ റൈറ്റ് ഇഷ്യൂ നടന്നതിന് ശേഷമുള്ള വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ റൈറ്റ് ഇഷ്യൂ നടന്നു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് എത്രയായി മാറും? ടോട്ടൽ നിങ്ങളുടെ കയ്യിലുള്ള നമ്പർ ഓഫ് ഷെയർസ് 5 ആയിട്ടുണ്ടാവും. അതുപോലെ ടോട്ടൽ നിങ്ങൾ സ്പെൻഡ് ചെയ്ത എമൗണ്ട് എത്രയായിട്ടുണ്ടാവും? ടോട്ടൽ സ്പെൻഡ് ചെയ്ത എമൗണ്ട് എത്ര? 600 പ്ലസ് 125 അല്ലെ. ആദ്യം സ്പെൻഡ് ചെയ്ത 600ഉം രണ്ടാമത് സ്പെൻഡ് ചെയ്ത 125ഉം, അതായത് റൈറ്റ് ഇഷ്യൂ. അങ്ങനെ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 725 ആണ് നിങ്ങൾ എന്ത് ചെയ്തത്? സ്പെൻഡ് ചെയ്തത്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഓക്കെ, അതായത് പെർ ഷെയറിന്റെ വാല്യൂ എത്ര ആയിരിക്കും? ഓക്കെ, ഒരു പെർ ഷെയറിന് അതായത് ടോട്ടൽ സ്പെൻഡ് ചെയ്ത എമൗണ്ട് 725 ആണ്. എത്ര ഷെയർസ് ഇപ്പൊ ടോട്ടൽ കിട്ടി? 6. അങ്ങനെ മൊത്തത്തിൽ എമൗണ്ട് വെച്ചിട്ട് ഒരു ഷെയറിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നോക്കുകയാണെങ്കിൽ 125 ഡിവൈഡഡ് ബൈ 6. അങ്ങനെ നെറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ 120.83, ഓക്കെ, റൗണ്ട് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ 121 റുപ്പീസ് അല്ലെ. ഓക്കെ, അതായത് 725 അല്ലെ, 725 ഡിവൈഡഡ് ബൈ 6 അല്ലെ. 725 ഡിവൈഡഡ് ബൈ അല്ല, സോറി 6 അല്ല 5 അല്ലേ. ഓക്കെ, അതാണ് 6 വന്നേ, കട്ട് ആവുന്നുണ്ട് കേട്ടോ, സോറി. ഓക്കെ, 5 ഷെയർസ് അല്ലേ, 4 പ്ലസ് പുതിയതായിട്ട് വാങ്ങിയ 1 ഇത്. അപ്പൊ 725 ഡിവൈഡഡ് ബൈ 5 ചെയ്യുകയാണെങ്കിൽ എത്ര? 145 അല്ലെ. 145 കറക്റ്റ് ഫിഗർ ഉണ്ടായിരുന്നു. വേണ്ടാത്ത പോയിന്റ് തന്നെ വന്നു. എന്താണ് ബ്രോ ശ്രദ്ധിക്കണ്ടേ? ഓക്കെ, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അമ്മാനെ. അപ്പൊ 145. ഇപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മൊത്തം ചെലവാക്കിയ ഫിഗറും നിങ്ങൾ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഷെയർസിന് ഇപ്പൊ വന്ന ചെലവ് എത്ര പോലെയായി? 145 പോലെയായി. ഇതിന് കാരണം എന്താ? ആ റൈറ്റ് ഇഷ്യൂ കിട്ടിയ കാരണം. പക്ഷെ ആ റൈറ്റ് ഇഷ്യൂ വന്നത് റൈറ്റ് ഇഷ്യൂന്റെ മാത്രം അവകാശമാണ്. ഈ 4 ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് കിട്ടിയത്? റൈറ്റ് ഇഷ്യൂ കിട്ടിയത്. അപ്പൊ റൈറ്റ് ഇഷ്യൂന്റെ സമയത്ത് നിങ്ങൾക്ക് എന്ത് വന്നിട്ടുണ്ടായിരുന്നു? വെറും 25 മാത്രം പ്രീമിയം, അതായത് 150 മാർക്കറ്റ് വാല്യൂ ഉള്ള ഈ ഷെയർസിന് 125 റുപ്പീസിന് ലാഭം കിട്ടിയിട്ടുണ്ട് അല്ലെ. അവിടെ ആക്ച്വലി നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ആ 25ന്റെ ലാഭം ആ ഒറ്റ ഷെയറിന് മാത്രമല്ല, ഈ 4 ഷെയർ ഉള്ളത് കൊണ്ടാണ് ആ ഷെയർ കിട്ടിയത്. അപ്പൊ എല്ലാവർക്കും ആ ലാഭത്തിന്റെ ഇത് ഈക്വൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വീതിക്കണം. ഓക്കെ, അപ്പൊ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 725 ചെലവാക്കി എത്ര ഷെയർസ് കിട്ടാൻ? 5 ഷെയർസ് കിട്ടുക. അപ്പൊ ഒരു ഷെയറിന് വരുന്ന വാല്യൂ എത്രയാ? ചെലവ് എത്രയുള്ളൂ? 145. അപ്പൊ ആദ്യം റേറ്റ് ഇഷ്യൂ നടക്കുന്നതിന് മുമ്പ് ഒരു ഷെയർസ് നിങ്ങൾ എത്ര ചെലവാക്കണമായിരുന്നു? 150. അതിനാണ് എന്ത്? കംറേറ്റ് വാല്യൂ. ഇപ്പൊ റേറ്റ് ഇഷ്യൂ നടന്നപ്പോൾ നിങ്ങൾക്ക് ഒരു റേറ്റ് ഇഷ്യൂ കിട്ടിയപ്പം ഒരു ഷെയറിന് വന്ന ചെലവ് എത്രയായി മാറി? 140. അതിനാണ് എക്സ് റേറ്റ് എന്ന് പറയുക. ഇത് രണ്ടും നമ്മുടെ ഡിഫറൻസ് എത്ര? 5. അതാണ് വാല്യൂ ഓഫ് റേറ്റ്. ഓക്കെ, നിങ്ങൾക്ക് ഈ റേറ്റ് ഇഷ്യൂ കാരണം നിങ്ങൾക്ക് കിട്ടിയ ലാഭം വാല്യൂ ഓഫ് റേറ്റ് അതാണ് എത്ര? 5 റുപ്പീസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ ഗൈസ്? ഓക്കെ, സിമ്പിൾ. ഇതാണ് സിമ്പിൾ. ആ വാല്യൂ ഓഫ് റേറ്റും എക്സ് റേറ്റും കംപ്ലീറ്റും നമ്മുടെ കാൽക്കുലേഷൻ ഇതാണ്. ഏറ്റവും മിനിമം രീതിയിൽ ഒരാൾക്ക് എത്ര ഷെയർ ഉണ്ടെങ്കിൽ എത്ര റേറ്റ് ഇഷ്യൂ കിട്ടും നോക്കാം. ആ റിക്വയർമെന്റ് ഇപ്പൊ 4 ഷെയർ ആണ് ഇവിടെ വേണ്ടത് മിനിമം. അപ്പൊ 4 ഷെയർ വാങ്ങാൻ എത്ര സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്നും ഇനി അതിനുശേഷം എത്ര ഷെയർ, ആ 4 ഷെയർ ഉണ്ടെങ്കിൽ എത്ര റേറ്റ് ഇഷ്യൂ കിട്ടും? ഒരു റേറ്റ് ഇഷ്യൂ ആണ് കിട്ടുക 125. അപ്പൊ അങ്ങനെ ആഡ് ചെയ്യുകയാണെങ്കിൽ 725. ഓക്കെ, നിങ്ങൾക്ക് വേറെ രീതിയിൽ ഇത് ചിന്തിക്കാം. കുറച്ച് വേണ്ടുന്നവർ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അതായത് ഇത് ഇപ്പൊ ഒരാൾക്ക് 4 ഷെയർ അല്ല 2 റേറ്റ് ഇഷ്യൂ കിട്ടുന്ന സിറ്റുവേഷൻ വെച്ച് ചിന്തിച്ചാലും സെയിം ഉത്തരം തന്നെ കിട്ടാം. ഇപ്പം 2 റേറ്റ് ഇഷ്യൂ കിട്ടുന്ന സിറ്റുവേഷനിലേക്കാണ് അയാൾക്ക് എത്ര ആദ്യ ഷെയർസ് എത്ര ഉണ്ടാവണം? ഓക്കെ, ആദ്യ ഷെയർസ് എത്ര ഉണ്ടാവണം?
നമ്പർ ഓഫ് ഷെയർസ് ആദ്യം 8 ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് എന്ത് കിട്ടുള്ളൂ, 2 ഷെയർ റൈറ്റ് ഇഷ്യൂ കിട്ടുള്ളൂ. അപ്പൊ 8 കിട്ടാൻ വേണ്ടി 8 വാങ്ങാൻ വേണ്ടിയിട്ട് അയാൾ എത്ര സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും? 8 × 150 വെച്ച് അയാൾ എന്ത് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും? സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതായത് അല്ലെ 8 × 150 വെച്ച് 1200 അയാൾ സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. ക്ലിയർ അല്ലേ? 1200 അയാൾ സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. അതിനുശേഷം അയാൾക്ക് 2 ഷെയർസ് എന്ത് കിട്ടും? റൈറ്റിൽ കിട്ടും. റൈറ്റിൽ കിട്ടും മീൻസ് 2 × എത്ര കൊടുത്താൽ മതി? 125 കൊടുത്താൽ മതി അല്ലെ? അപ്പൊ എത്ര ചെലവാക്കിയാൽ മതി? 250 ചെലവാക്കിയാൽ മതി. അപ്പൊ ഇപ്പൊ എന്താ സംഭവിച്ചത്? ടോട്ടൽ അയാൾ ചെലവാക്കി എത്ര? 1200 പ്ലസ് 250 എത്ര ഷെയർസിന് വേണ്ടിയിട്ട്? ഇപ്പൊ അയാളെ ഗെയിമിൽ ആദ്യം 8 ഷെയർസ് ഉണ്ടായിരുന്നു, ഇപ്പൊ 2 കിട്ടി. അങ്ങനെ ടോട്ടൽ എത്രയായി മാറി? 10 ഷെയർസ് ആയിട്ട് മാറി. ഓക്കെ, അപ്പം 1450 ഡിവൈഡ് ബൈ 10 എത്ര? 145. അതിന്റെ നേരത്തെ കിട്ടിയ ആദ്യം 150 മൈനസ് 145 5. ക്ലിയർ അല്ലേ? ഓക്കെ, ഇതാണ് വാല്യൂ ഓഫ് റേറ്റും അതിൻ്റെയൊക്കെ കേസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. തുടങ്ങാം. അപ്പൊ നെക്സ്റ്റ് എന്താ അടുത്ത ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ പാസ് ജേണൽ എൻട്രി ഇൻ ദി ഫോളോയിങ് സർക്കംസ്റ്റൻസസ്. ലിമിറ്റഡ് കമ്പനി വിത്ത് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. എത്ര സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ഉണ്ട്? 5 lakh കൺസിസ്റ്റിംഗ് ഓഫ് 50,000 ഇക്വിറ്റി. 50,000 അപ്പൊ 10 റുപ്പീസിന്റെ അല്ലേ? അത് അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളെ കൊണ്ടൊന്ന് കണ്ടുപിടിക്കാനും പറയാൻ വിടൂലപ്പാ, അപ്ലൈ കൊടുക്കും. കോൾഡ് അപ്പ് ക്യാപിറ്റൽ, അതായത് 50,000 ഇക്വിറ്റി ഷെയർസ് ഉണ്ട്. ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 5 lakh ആയിരിക്കും വരേണ്ടത്. ബട്ട് ഇപ്പൊ ഇത്രേ വിളിച്ചിട്ടുള്ളൂ, 7.5 വരെ കോൾ ചെയ്തിട്ടുള്ളൂ. അതിനർത്ഥം 10 റുപ്പീസിലെ 2.5 റുപ്പീസ് ഇനിയും എന്ത് ചെയ്തിട്ടില്ല? കോൾ ചെയ്തിട്ട്. അതിനകത്ത് 50,000 ഷെയർസിന്റെ 2.5 വെച്ച് നോക്കുകയാണെങ്കിൽ 1,25,000 റുപ്പീസ് ഇനിയും എന്താവാനുണ്ട്? കോൾ വിളിച്ചിട്ട് പെയ്ഡപ്പ് ആവാനുണ്ട്, ബാങ്കിലേക്ക് വരാനുണ്ട്. ഓക്കെ അല്ലേ? ബോണസ് ഓഫ് 1,25,000 ഇത് വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഡിക്ലെയർഡ് ഔട്ട് ഓഫ് ജനറൽ റിസർവ്. ഏതിൽ നിന്ന്? ജനറൽ റിസർവിൽ നിന്ന്. ടു ബി അപ്ലൈഡ് ഇൻ ദി മേക്കിംഗ് എക്സിസ്റ്റിംഗ് ഷെയർസ് ഫുള്ളി പെയ്ഡ്. നേരത്തെ നമ്മൾ പറഞ്ഞത്, തൊട്ടുമ്പോ പറഞ്ഞത് നമ്മൾ എന്താ പറഞ്ഞത്? ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് പുതിയതായിട്ട് ഒരു ഫുള്ളി പെയ്ഡപ്പ് എന്ത് ചെയ്യാം അല്ലെ? പുതിയതായിട്ട് ഒരു ഫുള്ളി പെയ്ഡപ്പ് ആയിട്ടുള്ള പുതിയ ഷെയർ, അതായത് ഒരു 5 ഷെയർ ഉള്ളവർക്ക് ഒരു പുതിയ 10 രൂപേനെ ഫുള്ളി പെയ്ഡപ്പ് എല്ലാ പൈസയും തന്നു എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം? ഒരു ബോണസ് കൊടുക്കുക. ബട്ട് ഇവിടെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഇവിടെ സംഭവിച്ചത് എന്താ? ഓക്കെ, ഇവിടെ സംഭവിക്കുന്നത് എന്താ? അതായത് ആ ഷെയർ ഹോൾഡർ ഓരോ ഷെയർ ഹോൾഡറെ കയ്യിൽ നിന്നും 2.5 റുപ്പീസ് വെച്ചിട്ട് ആ ഓൾറെഡി ഇഷ്യൂ ചെയ്ത എക്സിസ്റ്റിംഗ് ഷെയർസിന്റെ മുകളിൽ ഒരു 2.5 റുപ്പീസ് ഇനിയും കോൾ ചെയ്തിട്ടില്ല. അതായത് ഒരു ഫൈനൽ കോൾ വിളിക്കാൻ വേണ്ടി ബാക്കിയുണ്ട്. ആ ഫൈനൽ കോൾ വിളിക്കേണ്ട ആ എമൗണ്ട് അവർക്ക് എന്ത് ചെയ്തു കൊടുക്കുക? ഫ്രീ ആയിട്ട്. അതായത് ഫൈനൽ കോളിന്റെ എമൗണ്ട് തരേണ്ട, ഫൈനൽ കോളിന്റെ എമൗണ്ട് തരാതെ തന്നെ അതിനെ നമ്മൾ എന്താക്കി മാറ്റാം? ഫുള്ളി പെയ്ഡപ്പ് ഷെയർസ് ആക്കി മാറ്റാം. അല്ലാതെ പാർട്ട്ലി പെയ്ഡപ്പ് ഉള്ള ഷെയർസിന് എന്താക്കി മാറ്റാം? ഫുള്ളി പെയ്ഡപ്പ് ഷെയർസ് ആക്കി മാറ്റാം. അത് ഫ്രീ ആയിട്ട് ചെയ്തു തരാം എന്നാണ് ഇവിടുത്തെ കമ്പനീസിന്റെ പോളിസി. അത് ശരിയാണോ തെറ്റാണോ? അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുമോ? യെസ്, പറ്റും. അതായത് കമ്പനീസ് ആക്ടിൽ പറയുന്നത്, ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നിടത്ത് കമ്പനീസ് ആക്ട് പറയാണ്, ഇതൊക്കെ ഫുള്ളി പെയ്ഡപ്പ്, ഒരു ഫുള്ളി പെയ്ഡപ്പ് ഷെയർസ്, അതായത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് നമ്മളെ ഷെയർസിന്റെ എമൗണ്ട് ഫുള്ളി പെയ്ഡപ്പ് ആണെങ്കിൽ മാത്രമേ അവർക്ക് എന്ത് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? നമുക്ക് പുതിയതായിട്ട് മറ്റൊരു ഷെയർ ബോണസ് ആയിട്ട് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതാണ് കമ്പനീസ് ആക്ടിന്റെ റൂൾ. അതായത് ആദ്യം ഇപ്പോൾ ഉള്ള ഷെയർസ് എന്തായിരിക്കണം? ഫുള്ളി പെയ്ഡപ്പ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ പുതിയൊരു ന്യൂ ഷെയർ എന്തായിട്ട് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? ബോണസ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് എന്തല്ല? ഫുള്ളി പെയ്ഡപ്പ് അല്ല. ഇത് നമുക്ക് പുതിയ ഷെയർ എന്ത് ചെയ്യാനും വേണ്ടി പറ്റില്ല, ബോണസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, ബോണസ് അപ്പൊ കൊടുക്കണമെങ്കിൽ ആദ്യം എന്തായി മാറണം? ഫുള്ളി പെയ്ഡപ്പ് ആക്കി മാറ്റണം. ഓക്കെ, ബട്ട് മറ്റൊരു ഓപ്ഷൻ കമ്പനീസ് ആക്ട് പറയാണ്, നിങ്ങൾക്ക് ഇപ്പൊ പാർട്ട്ലി പെയ്ഡപ്പ് ആയി ഇരിക്കുന്ന ഷെയർസിനെ നിങ്ങൾക്ക് എന്താക്കി മാറ്റാം? ഫുള്ളി പെയ്ഡപ്പ് ആക്കി മാറ്റാം. ഓക്കെ, അതായത് ബാലൻസ് ഉള്ള ഫൈനൽ കോൾ ആണോ, ഏത് കോളാണോ ബാലൻസ് ഉള്ള ഫൈനൽ കോൾ എന്ന് വിചാരിക്കാം. ഫൈനൽ കോൾ ബാലൻസ് ഉണ്ട്. ആ ഫൈനൽ കോളിന്റെ എമൗണ്ട് നിങ്ങൾക്ക് ഫുള്ളി എന്ത് ചെയ്യാം? ഫ്രീ ആക്കിയിട്ട് കൊടുക്കുന്ന പോലെ മാറ്റിയിട്ട് അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതൊരു ഫ്രീ ആയിട്ട് ബോണസ് പോലെ കൊടുക്കാം. അതായത് പുതിയ ഷെയർ അല്ല കൊടുക്കുന്നത്, ആ ഫൈനൽ കോളിന്റെ എമൗണ്ട് മാത്രം നിങ്ങൾക്ക് എന്തായിട്ട് കൊടുക്കാം? ബോണസ് ആയിട്ട് കൊടുക്കാമെന്ന് ആര് പറയുന്നുണ്ട്? കമ്പനീസ് ആക്ട് പറയുന്നുണ്ട്. ബട്ട് നേരത്തെ പറഞ്ഞ കേസിൽ കമ്പനീസ് ആക്ട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ കൊടുക്കുന്ന ബോണസിൽ ആ ബോണസ് നിങ്ങൾ പ്രോഫിറ്റിൽ നിന്ന് എടുക്കാനാ പറഞ്ഞത്. അവിടെ നിങ്ങൾക്ക് CRR യൂസ് ചെയ്യാം,
സെക്യൂരിറ്റീസ് പ്രീമിയം യൂസ് ചെയ്യാം, അതേപോലെ ഫ്രീ റിസർവ്സും യൂസ് ചെയ്യാം. ബട്ട് ഇവിടുത്തെ കേസിൽ ഇവിടെ എന്താ ഒരു പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസിനെ എന്താക്കി മാറ്റുകയാണ്, ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ആക്കി കൺവേർട്ട് ചെയ്യുകയാണ്. ആ സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് CRR യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, സെക്യൂരിറ്റീസ് പ്രീമിയം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആകെ യൂസ് ചെയ്യാൻ പറ്റുന്ന ആര് മാത്രം, ഫ്രീ റിസർവ്സ് മാത്രമാണ്. ഫ്രീ റിസർവ്സ് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത്, ജനറൽ റിസർവ് ആണ് ജനറൽ റിസർവ്, പിയാനലാണ് പിയാനൽ, വാട്ട് എവർ ഫ്രീ റിസർവ്സ് എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നെ എടുത്ത് പറയുന്നുണ്ട് അത് ഏതിൽ നിന്നാണ് കൊടുക്കുന്നത്, ജനറൽ റിസർവിൽ നിന്നാണ് അത് കൊടുക്കുന്നത്. ഓക്കെ, ജനറൽ റിസർവ് എന്നോ പിയാനോ മാത്രമേ കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇവിടെ പറഞ്ഞത് ജനറൽ റിസർവിൽ നിന്നാണ്. അപ്പം ആ ബാക്കിയുള്ള ഫൈനൽ കോളിന്റെ 1,25,000 ജനറൽ റിസർവിൽ നിന്ന് എടുത്ത് നമ്മൾ എന്തായിട്ട് കൊടുക്കുന്നു, ബോണസ് ആയിട്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പം ഇവിടെ സംഭവിക്കുന്നത്, ഇവിടെ ആക്ച്വലി ഫൈനൽ കോളിന്റെ എമൗണ്ട് ആണ് നമുക്ക് എന്തായാലും തരുന്നത്, ബോണസ് ആയിട്ട് തരുന്നത്. അപ്പൊ ഇവിടെ ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, നമ്മൾ ബോണസ് കൊടുക്കാൻ തീരുമാനിച്ചല്ലോ. ബോണസ് കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നേരത്തെ ചെയ്തതുപോലെ ജനറൽ റിസർവ് ഫ്രീ റിസർവ്സ് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ക്വസ്റ്റനിൽ ജനറൽ റിസർവ് മെൻഷൻ ചെയ്തതുകൊണ്ട് ജനറൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ആദ്യം എവിടത്തേക്ക് മാറ്റി വെക്കണം, ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്തു വെക്കണം, മാറ്റി വെക്കണം, കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ എത്ര ടോട്ടൽ എത്ര എമൗണ്ട് ഉണ്ട്, ഫൈനൽ കോൾ മാത്രമാണ് ബോണസ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഫൈനൽ കോൾ മാത്രമായിട്ട് നോക്കുകയാണെങ്കിൽ ആ ബാലൻസ് ഉള്ള 2.5 ഇൻറ്റു എത്ര ഷെയർസ് ഉണ്ടായിരുന്നു, 50,000 നമ്പർ ഓഫ് ഷെയർസ് ഉണ്ടായിരുന്നു അല്ലെ, 50,000 അല്ലേ? യെസ് യെസ് യെസ്. ഓക്കെ, അപ്പൊ ബോണസ് കൊടുക്കാനുള്ള എമൗണ്ട് ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സിലേക്ക് മാറ്റി. ഇനി ഇതെന്താ, പുതിയതായിട്ടുള്ള ഷെയർ അല്ല, നേരത്തെ ചെയ്തെന്താ പുതിയതായിട്ടുള്ള ഷെയർ ആയതുകൊണ്ട് ഈ ബോണസ് ടു ഷെയർ ഹോൾഡറിന് ടു എവിടത്തേക്ക് കൊടുക്കും, ഇനി ക്യാപിറ്റൽ ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ബട്ട് ഇവിടെ അങ്ങനെയല്ല, ഇത് ഫൈനൽ കോളിന്റെ എമൗണ്ട് ആയതുകൊണ്ട് നിങ്ങൾ ആദ്യം എന്ത് വിളിക്കണം, ഫൈനൽ കോൾ വിളിക്കണം. അപ്പൊ എന്താ എൻട്രി വരാം, ഇക്വിറ്റി ഷെയർ അല്ലെ, ഇക്വിറ്റി ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ആ ഫൈനൽ കോളിന്റെ എമൗണ്ട് എവിടത്തേക്ക് പോകേണ്ടതാ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്ക് എത്ര, 1,25,000. ഓക്കെ, ആ ഫൈനൽ കോൾ ആദ്യം വിളിക്കാം. എന്നിട്ട് ആ ഫൈനൽ കോളിന്റെ എമൗണ്ട് എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്ക് എന്ത് ചെയ്ത് കൊടുക്കുക, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഈ നോർമലി എന്താ സംഭവിക്കേണ്ടത്, ഈ ഫൈനൽ കോളിന്റെ കിട്ടാനുണ്ട് എന്ന് കാണിക്കുന്ന ഈ എമൗണ്ടിന് പകരം നമുക്ക് ബാങ്കിലേക്ക് എന്ത് വരണം, പൈസ വരും. ബട്ട് ഇവിടെ ബാങ്കിലേക്ക് പൈസ വരില്ല, പകരമാണ് എന്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചേ, ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ്. അപ്പം ഈ രണ്ട് അക്കൗണ്ടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എന്ത് ചെയ്യും, സെറ്റ് ഓഫ് ചെയ്തിട്ട് അങ്ങ് ഒഴിവാക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സിലേക്ക് മാറ്റി വെച്ച പൈസ എന്തിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു, എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുടാ, ടു ഇക്വിറ്റി ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് അല്ലേ? ക്ലിയർ അല്ലേ? ബാക്കി നിങ്ങൾ എഴുതിക്കോ. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നേരത്തെ ഫുള്ളി പെയ്ഡ് അപ്പ് ആണെങ്കിൽ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സിന് ഡയറക്റ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുക. ബട്ട് ഇവിടെ ഫൈനൽ കോൾ ആയതുകൊണ്ട് ഫൈനൽ കോൾ വിളിച്ചിട്ട് ആ ഫൈനൽ കോളിൽ കിട്ടാനുള്ള എമൗണ്ടിന് പകരം എന്ത് യൂസ് ചെയ്ത പോലെ കാണിക്കാം, ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ട് യൂസ് ചെയ്ത പോലെ കാണിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ, അടുത്ത അതിലെ ബി ക്വസ്റ്റ്യൻ, ലിമിറ്റഡ് കമ്പനി ഹാവിംഗ് ഫുള്ളി പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഫുള്ളി പെയ്ഡ് അപ്പ് എത്രയുണ്ട്, 50,000 അല്ല 50 ലാക്ക് ഉണ്ട്. എത്ര 10 വെച്ചാൽ അപ്പൊ 5 ലാക്ക് നമ്പർ ഓഫ് ഷെയർസ് ഉണ്ട്. ജനറൽ റിസർവിൽ നിന്ന് 9 ലാക്ക് യൂസ്, ജനറൽ റിസർവിൽ എത്രയുണ്ട്, 9 ലാക്ക് ഉണ്ടെന്നും പറയുന്നു. ഓക്കെ, അപ്പോൾ ഒരു ഫ്രീ റിസർവ്സും ഉണ്ട്, ഒരു 50 ലാക്ക് മൊത്തം ക്യാപിറ്റൽ ഫിഗർ വാല്യൂ ആണ്. അപ്പൊ നമ്പർ ഓഫ് ഷെയർ 10 വെച്ച് നോക്കുകയാണെങ്കിൽ 5 ലാക്ക് ആയിരിക്കും നമ്പർ ഓഫ് ഷെയർസ് വരിക. Resolved to capitalize 5 lakh out of general reserve. General reserve നിന്ന് 5 lakh amount യൂസ് ചെയ്തിട്ട് എന്ത് കൊടുക്കാൻ വേണ്ടി പോക്കുക, 50,000 ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ്. അതായത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർക്ക് പുതിയൊരു ബോണസ് നേരത്തെ ചെയ്ത സിറ്റുവേഷൻ ആണ്. എത്ര എമൗണ്ടാ, ആ എമൗണ്ടിൽ ഡയറക്റ്റ് ചെയ്താൽ 5 lakh ജനറൽ റിസർവ് ഉപയോഗിക്കുക, അത് എന്ത് കൊടുക്കുക, ഫുള്ളി പെയ്ഡ് അപ്പ് ആയിട്ട് കൊടുക്കുക. അപ്പൊ ഇനി എന്റെ സിമ്പിൾ അല്ലേ, ജനറൽ റിസർവ് ടു എവിടത്തേക്ക്, ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സിലേക്ക് എത്ര, 5 ലാക്കിന്റെ എമൗണ്ട് ആണ് നമ്മൾ ബോണസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്, പുതിയ ഷെയർസ് ആണ്. ആ ബോണസ് ടു ഷെയർ ഹോൾഡർ ഫുൾ 5 ലാക്കിന്റെ ബോണസ് മൊത്തം എവിടത്തേക്ക് പോകണ്ട, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്ക് പോകണ്ടല്ലേ, പുതിയ ഷെയർ അല്ലേ, ഫൈനൽ കോൾ ഒന്നല്ലല്ലോ. ആ രണ്ട് എൻട്രി ജസ്റ്റ് എന്ത് ചെയ്യുക, പാസ് ചെയ്യുക. ഇവിടെ റിസർവ്സ് എന്ന് പറയാൻ ജനറൽ റിസർവ് മാത്രമേ ഉള്ളൂ. അപ്പൊ CRR സെക്യൂരിറ്റീസ് പ്രീമിയം ഒന്നും ഇല്ല. അപ്പൊ ഫസ്റ്റ് ആരെ തന്നെ യൂസ് ചെയ്യണം, ജനറൽ റിസർവ് തന്നെ യൂസ് ചെയ്യണം. ദാറ്റ്സ് ഇറ്റ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ, നിങ്ങൾക്ക് ഇതൊക്കെ ഇതാണ് അല്ലേ. അപ്പൊ അടുത്തേക്ക് പോടാ. യെസ്, അപ്പൊ അടുത്തെന്ന് പറയുമ്പോൾ സിമ്പിൾ ആണ്. ഓക്കെ, സിമ്പിൾ മീൻസ് സിമ്പിൾ അല്ലെ, അത്രയല്ലേ ഉള്ളൂ. സിമ്പിൾ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണല്ലോ അല്ലേ. ഓക്കെ, അപ്പം ഇവിടെ പറയാണ് കമ്പനിക്ക് ഇഷ്യൂഡ് ആൻഡ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഒരു 90,000 എന്തുണ്ട്, 90,000 ഇക്വിറ്റി ഷെയർസ് ഉണ്ട്. 90,000 10 rupees, അപ്പൊ എത്ര, 9 lakh.
അതില് ഒരു 10,000 എന്തായിട്ടുണ്ട് കോൾസ് ഇൻ അരിയേഴ്സിൽ, അതായത് 2 റുപ്പീസ്, അതായത് ലാസ്റ്റത്തെ എമൗണ്ട് ആയിരിക്കും 2 റുപ്പീസ് 20,000 തന്നിട്ടില്ല, അങ്ങനെ 8,80,000 ആക്ച്വലി കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് 9 ലാക്ക്, അതായത് 90,000 ആൾക്കാരുണ്ട്, അതിൽ 10,000 ആൾക്കാർ എന്തിൽ കിടക്കുന്ന ആൾക്കാരാ, അരിയേഴ്സിൽ നിൽക്കുന്ന ആൾക്കാരാണ്. നമ്പർ ഓഫ് ഷെയർസിന്റെ കൗണ്ടാണ് പറയുന്നത്. ബാക്കിയുള്ള 80,000 ഫുള്ളി എന്താ, അവർ നല്ല ഫുള്ളി പെയ്ഡപ്പ് ആയിട്ടുള്ള ആൾക്കാരാണ്, അല്ലെ, ഫുള്ളി പെയ്ഡപ്പ് ആണ്. ഇവരിപ്പോഴും എന്തിലുള്ള പാർട്ട്ലി പെയ്ഡപ്പിലാണ് ഉള്ളത്. ഓക്കെ, അതായത് ഇവര് തരേണ്ട 8 ലാക്ക് മൊത്തം ഇവര് തന്നിട്ടുണ്ട്. ഇവര് തരേണ്ട കേസിൽ നോക്കുകയാണെങ്കിൽ 1 ലാക്ക് ആണ് ഇവർ മൊത്തം തരേണ്ടത്. അതിലിപ്പം 80,000 തന്നിട്ടുള്ളൂ, ബാലൻസ് 20,000 ഇപ്പൊ എന്തിലുള്ള തന്നിട്ടില്ല, അരിയേഴ്സ് ആയിട്ട് കിടക്കണം. ഓക്കെ, കാണുന്നില്ലേ ബാലൻസ് 20,000 ഇപ്പൊ എന്തിലുള്ളത്, അരിയേഴ്സിലാണ് ഉള്ളത്. എനിക്ക് മുമ്പത്തെ ക്ലാസ്സിലൊക്കെ സ്ക്രീൻ ഓക്കെ ആയിരുന്നു. ഞാൻ കുറച്ച് വണ്ണുണ്ടല്ലേ, ചെറുതാക്കാം. ഇത്ര മതിയാ എന്നെ കൂടി പോയാ? ഓക്കെ, വാ. ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും ഈ ചങ്ങായിന്റെ തേങ്ങ പറയുന്നല്ലേ. ഓക്കെ, അപ്പം ഈ 1 ലാക്ക്, അതായത് 10,000 ആൾക്കാർ മൊത്തം 1 ലാക്ക് തരണമായിരുന്നു. അതിൽ 80,000 മാത്രം അവർ പേയ്മെന്റ് ചെയ്തിട്ടുള്ളൂ. 20,000 എന്തിലുള്ളത്, കോൾസ് ഇൻ അരിയേഴ്സിലാണ് ഉള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ. പിന്നെ ഒരു 40,000 ഇക്വിറ്റി ഷെയർ ആൾക്കാരുണ്ട്, 10 ആണ്. അവർ 4 മാത്രമേ ക്യാഷ് പെയ്ഡ് ചെയ്തിട്ടുള്ളൂ. അതിനർത്ഥം അവരെ കോൾ വിളിച്ചിട്ടുണ്ട്. അരിയേഴ്സ് ആണെന്ന് ഇവിടെ പറയുന്നില്ല. അതിനർത്ഥം അവർ എത്ര പെയ്ഡ് വിളിച്ചിട്ടുള്ളൂ, 4 വരെ വിളിച്ചിട്ടുള്ളൂ. ഇവരെ ഫുള്ള് വിളിച്ചതാണ്, അതായത് കോള് വിളിച്ചതാണ്. ഓക്കെ, ബട്ട് പെയ്ഡപ്പ് ആര് ചെയ്തിട്ടില്ല, ഈ 10,000 ആൾക്കാർ തന്നിട്ടില്ല 2 രൂപ വെച്ചിട്ട്. ഓക്കെ, പിന്നെ റിസർവ്സ് ഇത്രയുണ്ട്, ഇത്രയും റിസർവ്സ് ഉണ്ട്. ഓക്കെ അല്ലേ, റിച്ച് ലൈഫാ. ഓക്കെ, അങ്ങനെ 1 May 2025 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് തീരുമാനിച്ചു? അങ്ങനെ അവരെന്ത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു, ഫോർഫീറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അറിയില്ലേ നിങ്ങൾക്ക് എൻട്രി ഇടാൻ, ഫോർഫീറ്റിന് എൻട്രി ഇടാൻ അറിയില്ലേ? ആര് എൻട്രിയാ? ഈ 10,000 ആൾക്കാർ അല്ലെ, മൊത്തം 10,000 ഉണ്ട്. ആ 10,000 ആൾക്കാർ എന്ത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു, ഫോർഫീറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. എന്താ ഫോർഫീറ്റിന് എൻട്രി വരാം, എന്താ ഫസ്റ്റ് ഫോർഫീറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഫോർഫീറ്റിന് എൻട്രി എന്താ, എൻട്രി എന്താ ഫോർഫീച്ചറിന് എൻട്രി എന്തായിരിക്കും എടാ? എത്രാമത്തെ ക്വസ്റ്റ്യൻ, 16 അല്ലേ? ഓക്കെ, ഫോർഫീച്ചറിന് എൻട്രി എന്തായിരിക്കും? ഓക്കെ, അത് പറഞ്ഞപ്പോഴാണ് ഓൾറെഡി കുറച്ച് സ്റ്റുഡൻസ് മെസ്സേജ് ഉണ്ടായിരുന്നു. അതായത് ഈ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ കീന്റെ കേസില്ലേ, ആൻസർ കീ അയക്കുന്നില്ല. അപ്പൊ ആൻസർ കീ നോക്കണമെങ്കിൽ ഈ ക്ലാസ് എടുത്ത് നോക്കേണ്ടി ഫുള്ളും ക്ലാസ് ഇങ്ങനെ സ്കിപ്പ് അടിച്ച് കാണേണ്ടി വരുന്നുണ്ട്. അതിനേക്കാളും ബെറ്റർ ഓപ്ഷൻ ആൻസർ കീ പ്രൊവൈഡ് ചെയ്തോടെ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ PDF കാര്യങ്ങൾ ചാനലിൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതായത് ചാനൽ പ്രൊവൈഡ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടല്ല, വാട്സപ്പിന്റെ ചാനൽ ആ ഓപ്ഷൻ ഇല്ല, ഫോട്ടോസ് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ ആൻസർ കീ വേണ്ടുന്നവർ എന്ത് ചെയ്യാം, എനിക്ക് DM ചെയ്ത് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്ത് തരാം, നമ്മൾ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് എഴുതുന്ന ഈ ആൻസർ കീ തന്നെ ഞാൻ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ പോരെ. ഓക്കെ, അപ്പം 16ാമത്തെ ക്വസ്റ്റ്യന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ എന്താ പറഞ്ഞത്, ഇത് ഫോർഫീറ്റ് ചെയ്യണം. ആരെ ഫോർഫീറ്റ് ചെയ്യണം? അപ്പൊ ഫോർഫീറ്റ് ചെയ്യണം മീൻസ് ഇവരുടെ സെക്യൂരിറ്റീസ് പ്രീമിയം കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല. അപ്പൊ ഷെയർ ക്യാപിറ്റൽ എമൗണ്ട് പ്രീമിയത്തിന് ആയിരിക്കും ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ അതിനെ പറ്റിയിട്ട് നമുക്ക് കറക്റ്റ് അറിയാത്തതുകൊണ്ട് നമ്മൾ എന്ത് അസ്യൂം ചെയ്യും, നോർമൽ പാറിൽ, അതായത് ഫേസ് വാല്യൂ തന്നെയായിരിക്കും ഇഷ്യൂ ചെയ്തത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്, ഇവരെന്റെ ഷെയർ ക്യാപിറ്റൽ, ഇവര് എന്തല്ല, ഇവര് നമ്മളെ ഓണേഴ്സ് അല്ലാതുകൊണ്ട് ഇവർ എന്റെ ഷെയർ ക്യാപിറ്റൽ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ഇവരാകെ 20,000 മാത്രമേ തരാത്തതുള്ളൂ എങ്കിലും ഇവർ 10,000 ആൾക്കാരെ മൊത്തം ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എത്രയുണ്ട്, 1 ലാക്ക് ഉണ്ട്. അതിൽ 80 തന്നതായിരുന്നു, 20 തരാത്തത്. ആ കാര്യം ക്ലിയർ അല്ലേ? മൊത്തം 10 രൂപ തരണ്ടേ, അതിൽ 8 റുപ്പീസ് ഇവർ തന്നതാണ്, ബാക്കി 2 ആണ് എന്തായി കിടക്കുന്നത്, കോൾസിന് അരിയേഴ്സിലുള്ളത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, മൊത്തം ഷെയർ ക്യാപിറ്റൽ ആയ 1 ലാക്കിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെബിറ്റ് ചെയ്യുന്നു. അതിൽ കിട്ടിയ പോർഷൻ എവിടത്തേക്ക് മാത്രം നമ്മളെ ഇൻകം പോലെ ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിലേക്ക് മൊത്തം പോർഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, കിട്ടിയ 80,000 നമ്മൾ ഇൻകം ആയിട്ട്
മാറ്റുന്നു. ബാലൻസ് ഉള്ളത് ഏതാ? ഫൈനൽ കോൾ ആണെങ്കിൽ ഏതാണോ ഏത് അസറ്റിനാണ് അത് കിട്ടും എന്ന് കാണിച്ചു വെച്ചിട്ടുള്ള ആ അസറ്റാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കുറച്ച് കളയേണ്ടത്. ഇവിടെ എന്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്? കോൾസിൻ അരിയസ്. അപ്പൊ കോൾസിൻ അരിയസിൽ കിട്ടും എന്ന് വിചാരിച്ചിട്ടുള്ള ആ എമൗണ്ടിന് കിട്ടാനൊന്നും പോകുന്നില്ല. അപ്പൊ കോൾസിൻ അരിയസ് അല്ലെ, കോൾസിൻ അരിയസിലുള്ള 20,000 എനിക്ക് കിട്ടാനൊന്നും പോകുന്നില്ല. ആ അരിയസ് അങ്ങ് മറന്നു കളയാ, അതും കുറച്ചാണ്. അപ്പൊ എന്ത് കംപ്ലീറ്റ് ആയി? ഫോർഫീച്ചർ കംപ്ലീറ്റ് ആയി. അടുത്ത സെന്റൻസിൽ തന്നെ ആ ഷെയർസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഫുൾ ഷെയർസും 11 റുപ്പീസിലാണ് മക്കളെ. അതായത് നോർമലി നിങ്ങൾ നേരത്തെ കണ്ടത് എന്താ? 10 റുപ്പീസിന് സാധനം റീഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിസ്കൗണ്ടിലാണ് കൊടുക്കാറ്. ഇവിടെ ഡിസ്കൗണ്ട് ഒന്നല്ല, 10 റുപ്പീസ് ആണ് 11. അപ്പൊ വീണ്ടും എന്താ കിട്ടുന്നത്? 1 റുപ്പീസ് സെക്യൂരിറ്റീസ് പ്രീമിയം. സാധാരണ ഇഷ്യൂ തന്നെയാണ് ആക്ച്വലി, ഡിസ്കൗണ്ട് കൊടുക്കുന്നില്ല. അപ്പൊ എത്ര ഷെയർസ് ഉണ്ട്? മൊത്തം 10,000 ഷെയർസ് ഉണ്ട്. 10,000 ഷെയർസിന് 11 രൂപ വെച്ചിട്ട് കിട്ടും അല്ലെ. അപ്പൊ എത്ര വരും? 1,10,000 വരും അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ റീഇഷ്യൂ ചെയ്യുമ്പോൾ ബാങ്കിൽ അല്ലെ, റീഇഷ്യൂ ചെയ്യുമ്പോൾ ഒറ്റടി കാണിച്ചാൽ മതി അല്ലെ. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ്, ബാങ്കിലേക്ക് എത്ര കിട്ടും? 1,10,000 കിട്ടും. അതിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്ക് എത്ര പോയാൽ മതി? 1,00,000 പോയാൽ മതി. ബാലൻസ് ടു സെക്യൂരിറ്റീസ് പ്രീമിയത്തിലേക്കാണ് എത്ര വരേണ്ടത്? 10,000 വരേണ്ടത്. അപ്പൊ എന്ത് കംപ്ലീറ്റ് ആയി? ഫോർഫീച്ചർ കംപ്ലീറ്റ് ആയി. ക്ലിയർ അല്ലേ? അല്ല, റീ ഇഷ്യൂ കംപ്ലീറ്റ് ആയി. ഫോർഫീച്ചർ റീ ഇഷ്യൂ കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട്, ഒരു സ്റ്റെപ്പ് ഉണ്ട്, സൈലന്റ് സ്റ്റെപ്പ്. അതാരും മറക്കാൻ പാടില്ല. ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്യാത്തൊരു സ്റ്റെപ്പ് ആയിരിക്കും എന്ത്? ഫോർഫീച്ചറിലെ റീഇഷ്യൂ. ഫോർഫീച്ചറും റീഇഷ്യൂ നടന്ന ഷെയർസിന്റെ ഫോർഫീച്ചർ അക്കൗണ്ടിലെ ബാക്കിയുള്ള ബാലൻസ് എമൗണ്ട് എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? ക്യാപിറ്റൽ. ഇവിടെ എല്ലാ ഫോർഫീച്ചർ നടന്ന എല്ലാ എൻറ്റയർ ഷെയർസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? റീഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ എൻറ്റയർ എമൗണ്ട് റീഇഷ്യൂ ചെയ്തതുകൊണ്ട് വീണ്ടും റീഇഷ്യൂ ചെയ്യാത്തതിന്റെ പോർഷനൊക്കെ മാറ്റി വെക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഫോർഫീച്ചർ അക്കൗണ്ടിലെ എൻറ്റയർ എമൗണ്ട് നമുക്ക് എവിടത്തേക്ക് മാറ്റാം? ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റാം. കാരണം ഇവിടെ റീഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഡിസ്കൗണ്ട് വന്നിട്ടില്ല, അത് പ്രോഫിറ്റ് ആണ്. അപ്പൊ ഇവിടുന്ന് യാതൊരു എമൗണ്ടും കുറഞ്ഞിട്ടില്ല, അതിൽ മാറ്റി വെക്കാൻ ഒന്നുമില്ല. എല്ലാ എൻറ്റയർ ഷെയർസും നമ്മൾ റീഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ എൻറ്റയർ ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് അല്ലെ, എൻറ്റയർ ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് നമുക്ക് എവിടത്തേക്ക് ഡെബിറ്റ് ചെയ്യാം? ആ എൻറ്റയർ 80,000 നമുക്ക് എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാം? ടു ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അഗൈൻ അതിനുശേഷം നമ്മൾ എന്ത് കൊടുക്കാൻ പോക്കാം? ബോണസ് കൊടുക്കാൻ വേണ്ടി പോക്കാണ് അല്ലെ. എത്ര ബോണസ് കൊടുക്കുന്നത്? 1 ഫുള്ളി പെയ്ഡ് അപ്പ് ബോണസ് ടു എവറി 2 ഫുള്ളി പെയ്ഡ്. 2 ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസിന് ഒരു എന്ത് കൊടുക്കും? ബോണസ് കൊടുക്കും. ഓക്കെ, അപ്പൊ ഇവിടെ 90,000 ഷെയർസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഈ ബോണസ് റേറ്റ് ഇഷ്യൂ ഒക്കെ നടക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ചേഞ്ചസ് നിങ്ങൾ ഇവിടെ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പ്രശ്നം വരില്ല, അങ്ങോട്ടേക്ക് പ്രശ്നം വരില്ല. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ 90,000 10,000 എന്തായിരുന്നില്ല? ഫുള്ളി പെയ്ഡപ്പ് ആയിരുന്നില്ല. ഓക്കെ, അത് പാർട്ട്ലി പെയ്ഡപ്പ് ആയിരുന്നു. അതിൽ കോൾസിൻ അരിയസ് ഉണ്ടായിരുന്നു. അതായത് 90ൽ 80 ഫുള്ളി പെയ്ഡപ്പ് ഉണ്ടായിരുന്നുള്ളൂ, 10 ഫുള്ളി പെയ്ഡപ്പ് ആയിരുന്നില്ല. ബട്ട് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അതിനെ ഫോർഫീറ്റ് ചെയ്തിട്ട് റീഇഷ്യൂ ചെയ്തപ്പം എന്ത് പോയി? കോൾസിൻ അരിയസ് എന്ന് പറഞ്ഞ സംഭവം അങ്ങ് പോയി അല്ലെ. കോൾസിൻ അരിയസ് എന്ന് പറഞ്ഞ സംഭവം പോയി. അത് മൊത്തം ക്യാൻസൽ ആക്കിയിട്ട് ഫുൾ എമൗണ്ട് എന്ത് വന്നു? പുതിയ ഷെയർസ് നമ്മൾ പുതിയ ഷെയർസ് അല്ല, ആ ഷെയർസിനെ വേറെ ആൾക്ക് കൊടുത്തിട്ട് വേറെ ആളുടെ അടുത്ത് ഫുൾ എമൗണ്ട് വാങ്ങിയില്ലേ, അവരുടെ അടുത്ത് എത്ര തന്നെ കിട്ടി? 9 lakh തന്നെ കിട്ടിയിട്ടുണ്ട്. കോൾസിൻ അരിയസ് ഇല്ല. അപ്പം ഈ മറ്റേ എമൗണ്ട് ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു 80,000 ഉണ്ടായിരുന്നില്ല ലാഭം. 20,000 ഇവിടെ ക്യാൻസൽ ആയിട്ടുള്ളൂ. ഇതിന്നൊരു അവർ തന്ന 80,000 നമ്മൾ ക്യാപിറ്റൽ എടുത്തിട്ട് എവിടത്തേക്ക് കൊടുത്തനായിരുന്നു? ഫോർഫീച്ചർ അക്കൗണ്ടിലേക്കും. ആ ഷെയർ ഫോർഫീച്ചർ എവിടത്തേക്ക് എത്തി? അവസാനം ക്യാപിറ്റൽ റിസർവിലേക്ക് അവസാനം എത്തിയിട്ടില്ലേ? അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് ഷെയർസ് ഇവിടുന്ന് എന്ത് സംഭവിച്ചിട്ടുണ്ട്? 1 lakh എമൗണ്ട് ഇവിടുന്ന് കുറഞ്ഞിട്ടുണ്ട്. അതായത് കോൾസിൻ ഏരിയാസിലെ 20യും ഓൾറെഡി കിട്ടിയിട്ടുള്ള ഇതിന്ന് 80യും കൂടി എന്തായിട്ടുണ്ടായിരുന്നു? കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് അത് റീഇഷ്യൂ ചെയ്തിട്ട് ആ 80യും 20യും എല്ലാം കൂടി 1 lakh തിരിച്ചു വന്നിട്ട് അത് 9 lakh ആയിട്ടുണ്ടായിരുന്നു. ബട്ട് ആ കിട്ടിയ 80,000 ഫോർഫീച്ചർ അക്കൗണ്ടിൽ പോയി പിന്നെ എവിടത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു? ക്യാപിറ്റൽ റിസർവിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ റിസർവിലേക്ക് എത്ര വന്നിട്ടുണ്ട്? ഒരു 80,000 കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. കാര്യം മനസ്സിലായില്ലേ? ഇതിന്റെ എഫക്റ്റ് ആണ് അത്. ബാക്കി ഇതിന്റെ എഫക്റ്റ്. ക്ലിയർ അല്ലേ? യാ, ഓക്കെ. നെക്സ്റ്റ് എന്താ? ഇത്ര റിസർവ്സ് നമുക്ക് എന്തിലേക്ക് ബോണസ്. അപ്പൊ ബോണസ് ഇപ്പൊ എത്ര ഷെയർസ് ഉണ്ട്? 90,000 ഫുള്ളി പെയ്ഡ് അപ്പ്. ഈ 40,000 ബോണസ് കൊടുക്കണം. 2 ഇക്വിറ്റി ഷെയർസ് ഉണ്ട്. ഒരു 90,000 കാറ്റഗറി ഉണ്ട്, 40,000 കാറ്റഗറി ഉണ്ട്. ഇവർക്ക് എന്ത് ചെയ്യേണ്ട? ഇക്വിറ്റി ഷെയർ കൊടുക്കേണ്ട. കാരണം ഇവർ എന്തല്ല ഫുള്ളി പെയ്ഡ് അപ്പ് അല്ല, ഇവർ പാർട്ട്ലി പെയ്ഡ് അപ്പ്. ആർക്ക് മാത്രം കൊടുത്താൽ മതി? ഈ 90,000 മാത്രം കൊടുത്താൽ മതി. അപ്പൊ 90,000 എങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ചത്? 1 for every 2 എന്നാണ് അല്ലെ. അപ്പൊ എത്ര ഷെയർസിനും കൊടുക്കണം? 45,000 ഷെയർസിന് 45,000 നമ്പർ ഓഫ് ഷെയർസ് അല്ലെ. 45,000 നമ്പർ ഓഫ് ഷെയർസ് അല്ലെ.
ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് ഷെയർസ് എത്ര, ബോണസ് കൊടുക്കുന്ന നമ്പർ ഓഫ് ഷെയർസ് എത്ര വരും? നമ്പർ ഓഫ് ഷെയർസ് നമുക്ക് ഫുള്ളി പെയ്ഡ് ഇപ്പൊ ആര് മാത്രമേ ഉള്ളൂ? 90,000 മാത്രമേ ഉള്ളൂ. അപ്പൊ അല്ല 1/2 അല്ലെ, 2 ഷെയർ ഉള്ള 1 എന്നല്ല പറഞ്ഞു. അപ്പൊ എത്ര ഷെയർസ് കൊടുക്കണം? 45,000 ഷെയർസ് കൊടുക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് മൊത്തം ബോണസിന് എത്ര റിക്വയർമെന്റ് ഉണ്ട്? ബോണസിന് ഓരോ ഷെയറിന്റെ ഫേസ് വാല്യൂ എത്ര? 10 രൂപ വെച്ച് നോക്കുകയാണെങ്കിൽ 45,000 into 10 വെച്ച് നമുക്ക് എത്ര വേണം? 4,50,000 റുപ്പീസ് നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, 4,50,000 റുപ്പീസ് നമുക്ക് ആവശ്യമുണ്ട്. അതില് നമുക്ക് ആദ്യം ഏത് യൂസ് ചെയ്യാം? ക്യാപിറ്റൽ റിസർവ് യൂസ് ചെയ്യാം. അപ്പൊ ഈ 4,50,000 ആദ്യം നമുക്ക് എവിടെ നിന്ന് എടുക്കാം? ക്യാപിറ്റൽ റിസർവ് എടുക്കാം. എത്ര? 1,60,000 എവിടെ നിന്ന് എടുക്കാം? ക്യാപിറ്റൽ റിസർവ് എടുക്കാൻ തീരുമാനിച്ചു. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി എത്ര വേണം? 4,50,000 1,60,000 മാത്രമേ ഇപ്പം പോയിട്ടുള്ളൂ. ഇനി എത്ര വേണം? 2,90,000 ഇനി ആവശ്യമുണ്ട്. അടുത്തേക്ക് പോവാം, സെക്യൂരിറ്റീസ് പ്രീമിയത്തിലേക്ക് പോവാം. ഓക്കെ, അവിടെ ഞാൻ നോട്ട് ചെയ്യാൻ വേണ്ടി വിട്ടുപോയ ഒരു കാര്യമുണ്ട്. അതായത് നമ്മള് റീഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ റിസർവ് കൂടിയിട്ടുണ്ട്. അതേപോലെ തന്നെ റീഇഷ്യൂ ചെയ്തപ്പോൾ ആരും കൂടിയിട്ടുണ്ടായിരുന്നു? സെക്യൂരിറ്റീസ് പ്രീമിയം. അത് ഞാൻ നേരത്തെ വിട്ടുപോയി. നിങ്ങൾ വിട്ടുപോകാൻ പാടില്ല. ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നോടെ മിസ്റ്റേക്ക് വന്നിട്ടില്ല. ഓക്കെ, യാ, അപ്പൊ എന്താ ക്യാപിറ്റൽ റിസർവ്? ഓക്കെ, ഫൈനലി ക്യാപിറ്റൽ റിസർവ് കൂടി എന്നുള്ളത് നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതേപോലെ അത് റീഇഷ്യൂ ചെയ്തപ്പോൾ എന്തും കൂടി വന്നിട്ടുണ്ടായിരുന്നു? പുതിയതായിട്ട് സെക്യൂരിറ്റീസ് പ്രീമിയം കൂടി വന്നിട്ടില്ല. എത്ര? 10,000. അപ്പൊ ഇവിടെ സെക്യൂരിറ്റീസ് പ്രീമിയത്തിനും കൂടി എത്ര ഉണ്ട്? 10,000. അപ്പൊ സെക്യൂരിറ്റീസ് പ്രീമിയം എത്ര ഉണ്ട്? 1,10,000. ക്യാപിറ്റൽ റിസർവ് മിസ്സായാലും ചിലപ്പോൾ ആൻസറിനെ ബാധിക്കാൻ പോകുന്നില്ല. കാരണം ക്യാപിറ്റൽ റിസർവ് നമ്മൾ ബോണസിൽ യൂസ് ചെയ്യുന്നില്ല. പക്ഷെ സെക്യൂരിറ്റീസ് പ്രീമിയം നോട്ട് ചെയ്യാണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് എന്തിനെ ബാധിക്കും? ആൻസറിനെ ബാധിക്കും. അപ്പം നിങ്ങൾ ഉത്തരം എന്താ? തെറ്റും. ഓക്കെ, അപ്പോൾ കാര്യം മനസ്സിലായാലേ? ഫോർ ഫീച്ചർ നടന്നപ്പം ഈ ഷെയർസ് 1 ലാഖിന്റെ എമൗണ്ട് അങ്ങ് കുറഞ്ഞു. അതായത് കിട്ടിയ എമൗണ്ട് 80,000 കുറഞ്ഞു, കിട്ടാത്ത അരിയസിന്റെ 20,000 കുറഞ്ഞു. ഓക്കെ, അതിനുശേഷം റീഇഷ്യൂ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? റീഇഷ്യൂ ചെയ്തപ്പോൾ പുതുതായിട്ടൊരു 1 ലാഖ് വന്നു, എക്സ്ട്രാ ഒരു സെക്യൂർ പേയ്മെന്റ് 10,000 വന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ആ ഫോർ ഫീച്ചറിലുള്ള കിട്ടിയ 80,000 എവിടത്തേക്ക് മാറ്റി? ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റി. ഇത്രയും കാലം അത് സംഭവിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ബോണസ് ഇഷ്യൂ ചെയ്തത്. ഓക്കെ, അപ്പം ഇപ്പൊ സെക്യൂരിറ്റീസ് പ്രീമിയം എത്രയുണ്ട്? 1,10,000 ഉണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ളത് എവിടെ നിന്ന് ഉപയോഗിക്കാം? സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ നിന്ന് ഉപയോഗിക്കാം. അപ്പൊ 1,10,000 എവിടെ നിന്ന് ഉപയോഗിച്ചു? ഓക്കെ, എവിടെ നിന്ന് ഉപയോഗിച്ചു? സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ നിന്ന് 1,10,000 എടുത്ത്. ഇനി എത്ര വേണം? 1,80,000 വേണം. ഓക്കെ, അത് നമുക്ക് എവിടെ നിന്ന് യൂസ് ചെയ്യാം? ജനറൽ റിസർവ് എത്രയുണ്ട്? 1,20,000 ഉണ്ട്. ഓക്കെ, അപ്പൊ ജനറൽ റിസർവ് എത്ര യൂസ് ചെയ്യാം? 1,20,000 യൂസ് ചെയ്യാം. ഓക്കെ, 1,20,000 അവിടെ നിന്ന് യൂസ് ചെയ്താൽ ബാക്കി എത്ര വേണം? 60,000 കൂടി വേണം. അത് നമുക്ക് എവിടെ നിന്ന് എടുക്കാം? P&L എടുക്കാം. ക്ലിയർ അല്ലേ? അപ്പൊ എന്തായി? 0 ആയില്ലേ? എല്ലാം ആയില്ലേ? ഓക്കെ, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ബോണസ് ഇഷ്യൂ. അപ്പൊ എന്താ എൻട്രി വരാം? CRR അക്കൗണ്ട് ഡെപ്റ്റ് എത്ര? 1,60,000 അല്ലെ? 1,60,000. സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഡെപ്റ്റ് എത്ര? 1,10,000. ഓക്കെ, പിന്നെ ജനറൽ റിസർവ് എത്ര? 1,20,000. ഓക്കെ, പിന്നെ P&L നിന്ന് എത്ര? 60,000. അങ്ങനെ ഈ എൻറ്റയർ എമൗണ്ട് നമ്മൾ എവിടത്തേക്ക് മാറ്റി? ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സിലേക്ക് മാറ്റി. എത്ര? എൻറ്റയർ എമൗണ്ട് എത്ര വേണമായിരുന്നു? 4,50,000 അല്ലെ? ഓക്കെ, ആ 4,50,000 മാറ്റി. എന്നിട്ട് ആ ബോണസ് ടു പുതിയ ഷെയർസ് ആയിട്ട് കൊടുക്കല. അപ്പൊ എവിടത്തേക്കാ മാറ്റണ്ടേ? ഫൈനൽ കോഡ് എന്നല്ല, പുതിയ ഷെയർ അല്ല, ടു അതെന്താ എൻറ്റയർ എമൗണ്ട് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്ക് നമ്മൾ പുതിയ ഷെയർസ് ആയിട്ട് ബോണസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? കൊടുത്തു. ബോണസ് കംപ്ലീറ്റ് കഥ. ഓക്കെ, സെറ്റ് അല്ലേ? ബോണസ് കൊടുത്തു. ഓക്കെ, ഇവിടെ എടുത്തു പറഞ്ഞിട്ട് മിനിമം ബാലൻസ് ആര്? അപ്പൊ ഏറ്റവും അവസാനം ആര് യൂസ് ചെയ്യാൻ പാടുള്ളൂ? P&L യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത് നോർമലി നമ്മൾ അങ്ങനെ തന്നെ ഫോളോ ചെയ്യാറ്. ഓക്കെ അല്ലേ? ആ കാര്യം ക്ലിയർ ആയി. സെറ്റ് അല്ലേ? അടുത്തേക്ക് പോവാ. അടുത്ത 17th ക്വസ്റ്റ്യൻ കടൽ പോലത്തെ ഒരു ബാലൻസ് ഷീറ്റ് ഒക്കെ ഉണ്ടല്ലേ? ഓക്കെ, ബാലൻസ് ഷീറ്റ്, ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഉണ്ട്, അതിൽ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്. ഓതറൈസ്ഡ് എത്ര ആയിക്കോട്ടെ. ഇഷ്യൂഡ് ക്യാപിറ്റൽ ഉണ്ട്. ഇഷ്യൂഡ് ക്യാപിറ്റൽ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എത്ര ഉണ്ട്? 1 ലാഖ്. അതായത് 10,000 ഷെയർസ് ആണ്, 10 റുപ്പീസ് വെച്ച് 1 ലാഖ്. അതുപോലെ ഇക്വിറ്റി ഷെയർ ഉണ്ട്, അതും 1 ലാഖ് തന്നെ, 10,000 തന്നെ. റിസർവ് സെക്യൂരിറ്റി P&L, പിന്നെ കുറച്ച് ലയബിലിറ്റീസ് ഉണ്ട്, അസറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ്സ്, ഫിക്സ്ഡ് അസറ്റ് അല്ലേ? ബിസിനസ് ആകുമ്പോൾ അതൊക്കെ ഉണ്ടാവുമല്ലോ, സ്വാഭാവികമല്ലേ? അപ്പൊ അതൊന്നല്ല ഇവിടുത്തെ പ്രശ്നം. ഓക്കെ, ഇത് എപ്പോഴത്തെ ബാലൻസ് ഷീറ്റാ? 31 മാർച്ച് 2025. ഓക്കെ, 2026 എത്തിയപ്പോൾ കമ്പനി എന്ത് ക്രിയേറ്റ് ചെയ്തു? പുതിയ നെറ്റ് പ്രോഫിറ്റ് അല്ലേ? നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് എത്ര വന്നിട്ടുണ്ട്? 35,000 എന്ത് കിട്ടിയിട്ടുണ്ട്? നെറ്റ് പ്രോഫിറ്റ് കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത് കഴിഞ്ഞ കൊല്ലത്തെ ബാലൻസ് ഷീറ്റാ. ഓക്കെ, അപ്പം ഈ കൊല്ലം പുതിയതായിട്ട് എന്ത് വന്നു? 35,000 പുതിയ പ്രോഫിറ്റ് കിട്ടി. അപ്പം ഇതിന്റെ എഫക്ട് ഏതിന് വന്നിട്ടുണ്ടാവില്ല? ഇത് 31 മാർച്ച് 2024. ഈ ബാലൻസ് ഷീറ്റ് 31 മാർച്ച് 2026. അപ്പൊ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു?
പ്രോഫിറ്റ് എത്ര 35,000. അപ്പൊ അതിനർത്ഥം ഇപ്പൊ കഴിഞ്ഞ ബാലൻസ് ഷീറ്റിലെ P&Lലേക്ക് ഇതിന്റെ അപ്പുറം 35,000 എന്ത് വരും? ഇതായിട്ട് പ്രോഫിറ്റും കൂടി എന്തായിട്ടുണ്ടാവും? ആഡ് ആയിട്ടുണ്ടാവും ആഫ്റ്റർ പ്രൊവൈഡിങ് 20,000 ഡിപ്രീസിയേഷൻ എന്നാണ്. അപ്പൊ അതിനർത്ഥം ഈ ഡിപ്രീസിയേഷൻ 1 lakh അതിന്റെ 20,000 കൂടി വരും. ഓക്കെ, 20,000 ഡിപ്രീസിയേഷനും കൂടി വരും. ഓക്കെ, ഇവിടെ ഒരു അല്ലെ ഡിപ്രീസിയേഷൻ 20,000 കൂടി ആഡ് ആവും. ഓക്കെ, ഈ എമൗണ്ട് അപ്പൊ ഇവിടുന്ന് എത്ര കുറയും? ഇവിടുന്ന് ഈ എമൗണ്ട് 20,000 കുറഞ്ഞിട്ട് എത്രയായി മാറും? 1,80,000 ആയിട്ട് മാറും. അതായത് ഈ ടോട്ടൽ ഫിഗർ ഡിപ്രീസിയേഷൻ 3 lakh കുറയല്ലേ? 3 lakh 1,20,000 കുറഞ്ഞാൽ ഇവിടെ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ആണ്. അപ്പൊ 3 lakh 1 lakh കുറഞ്ഞു കഴിഞ്ഞാൽ 2 lakh അതായത് 20,000 കുറഞ്ഞാൽ എത്ര 1,80,000 ആയിട്ടുണ്ടാവും. അത് അങ്ങനെ ഒരു എഫക്റ്റ് വരും ബാലൻസ് ഷീറ്റിൽ, ഈ കൊല്ലത്തെ ബാലൻസ് ഷീറ്റിൽ അല്ലെ? ഓക്കെ, കമ്പനി എന്ത് കൊടുക്കാൻ പ്രിഫറൻസ് ഡിവിഡൻഡ് എത്ര അല്ലെ? 31st March 2026 ഈ വർഷത്തെ എന്ത് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്? പ്രിഫറൻഷ്യൽ ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പൊ ഡിവിഡൻഡ് എങ്ങനെ കൊടുക്കാം? നമ്മൾ പ്രോഫിറ്റ് നിന്ന് എടുത്തിട്ടാണ് എന്ത് കൊടുക്കാം? അത് കൊടുത്തിട്ടുണ്ട്, പെയ്ഡ് എന്ന് പറഞ്ഞ. അപ്പൊ അതിനർത്ഥം നമ്മളെ പ്രോഫിറ്റിൽ നിന്ന് എന്ത് പോയിട്ടുണ്ട്? ഡിവിഡൻഡ് പോയിട്ടുണ്ട് എന്നർത്ഥം. ഓക്കെ, ഡിവിഡൻഡ് എന്തായിട്ടുണ്ട്? പോയിട്ടുണ്ട് എന്നർത്ഥം. ഓക്കെ, എത്ര ഡിവിഡൻഡ് വരാം? ഡിവിഡൻഡ് ഞാൻ പറഞ്ഞു ഒരു പ്രിഫറൻസ് ഷെയറിന് മുന്നിലുള്ള പെർസെന്റേജ്, ആ പെർസെന്റേജ് ആയിരിക്കും എന്ത്? അവരെ ഫിക്സ്ഡ് ഡിവിഡൻഡ്. അവരെ ഫേസ് വാല്യൂ എന്താണ്? ആ ഫേസ് വാല്യൂന്റെ മുകളിൽ ആ പെർസെന്റേജ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 1 lakh into 10%. അപ്പൊ അതിനർത്ഥം 10,000 ആണ് അവർക്ക് എല്ലാ കൊല്ലം കൊടുക്കേണ്ട എന്ത്? ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അവരുടെ ഫേസ് വാല്യൂന്റെ മുകളിൽ അവരുടെ പേരിന്റെ മുന്നിലുള്ള പെർസെന്റേജ് എന്ത് ചെയ്താൽ മാത്രം മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ അവരെ ഓരോ കൊല്ലത്തെ ഡിവിഡൻഡ് പ്രോഫിറ്റിൽ നിന്ന് 10,000 രൂപ നമ്മൾ എന്തായിട്ട് കൊടുത്തേ പറ്റുള്ളൂ? ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കണം എന്നാണ്. ഓക്കെ, അപ്പൊ അതിനർത്ഥം ഈ വർഷത്തെ പ്രോഫിറ്റ് 35,000 ഉണ്ടെങ്കിലും അതിൽ നിന്ന് 10,000 രൂപ നമ്മൾ എന്തായിട്ടും കൊടുക്കേണ്ടി വന്നു? ഡിവിഡൻഡ് ആയിട്ടും കൊടുക്കേണ്ടി വന്നു. അതാണ് സംഭവിച്ചത്. ഓക്കെ, ക്യാഷും ബാങ്ക് വയ്ക്കുക, കാരണം കുറെ പൈസ വന്നിട്ടും പോയിട്ടെല്ലാം ഉണ്ടാവില്ല. അപ്പൊ ക്യാഷും ബാങ്ക് വയ്ക്കുക, ബാക്കിയെല്ലാ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീസ് ഒക്കെ എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. ഇതിലൊന്നും യാതൊരു വ്യത്യാസം വന്നിട്ടില്ല എന്നർത്ഥം. ഓക്കെ, ക്യാഷിനും ബാങ്കിനും വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം ഇവിടെ തന്നെ നമുക്ക് എന്ത് മനസ്സിലായി? ഒരു 10,000 രൂപ എന്ത് കൊടുത്തിട്ടുണ്ട്? ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ക്യാഷ് പോകുമല്ലോ, ബാഗിലെ പൈസ എടുത്തിട്ടല്ലേ ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, കമ്പനി എന്ത് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു? റിഡംഷൻ. നമുക്ക് വേണ്ടാത്തതാണ്. ഓക്കെ, നമ്മളിതാ ക്വസ്റ്റ്യൻ നോക്കാത്ത മനസ്സിലാവും നമ്മളോട് എന്താ ചെയ്യാൻ പറയുന്നത്? റിഡംഷന്റെ കാര്യങ്ങളും അത് കഴിഞ്ഞിട്ട് ഇവിടെ ബോണസ് കൊണ്ടുവരും. അതിന് തൊട്ട് താഴെ അല്ലെ ബോണസും ഉണ്ട്. ആ ബോണസിന്റെ കാര്യങ്ങൾ എന്ത് എൻട്രി ചെയ്യാനാ പറയുന്നത്? ജേണൽ എൻട്രി പാസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ഓക്കെ, അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞ മേലെ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും നമുക്ക് ജേണൽ എൻട്രി ചെയ്തേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യണം? റിഡംഷൻ. അതേപോലെ അതിനുശേഷം എന്ത് ഇഷ്യൂ ചെയ്യണം? ബോണസ് ഇഷ്യൂ ചെയ്യണം. അപ്പൊ റിഡംഷന്റെ കേസിൽ എന്താ? റിഡംഷൻ ക്യാപിറ്റൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിന്റെ എമൗണ്ട് എന്ത് ചെയ്യുക? ഓണേഴ്സിന് തിരിച്ചു കൊടുക്കുക. അവർക്ക് എക്സ്ട്രാ 10% പ്രീമിയം കൂടി കൊടുക്കുന്നുണ്ട്. അപ്പൊ പ്രീമിയമോ റിഡംഷനോ എക്സ്ട്രാ എക്സ്പെൻസ് വരും. ആ എക്സ്പെൻസ് നമ്മളെ P&L അല്ലെങ്കിൽ ജനറൽ റിസർവ് നമ്മൾ എന്ത് ചെയ്താൽ മതി? എടുത്തിട്ട് ആ എക്സ്പെൻസ് അങ്ങ് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ നോക്കേണ്ടത് നമ്മളെ ക്യാപിറ്റൽ കുറഞ്ഞതിന് ഈക്വൽ ആയിട്ട് എന്ത് വേണം? CRR വേണം. അപ്പൊ CRR എത്ര ക്രിയേറ്റ് ചെയ്യേണ്ടി വരും? CRR ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിനെ പറ്റി പറയുന്നുണ്ട്. ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് ബാക്കി എത്ര CRR ക്രിയേറ്റ് ചെയ്യേണ്ടി വരും? അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്ത് വെച്ചാൽ മതി അല്ലെ? ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന് ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് ബാക്കി എത്ര CRR വേണം? ഇനി ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ എത്ര CRR ഉണ്ടാക്കേണ്ടി വരും? ഇനി CRR ഉണ്ടാക്കാൻ റിസർവ്സ് ഇല്ലെങ്കിൽ എത്ര ആ ബാക്കിയുള്ളതിന് എത്ര ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യേണ്ടി വരും? ഇനി പൈസക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പൈസക്ക് വേണ്ടിയിട്ട് എത്ര ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യേണ്ടി വരും? അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ അതിന്റെയൊക്കെ ആദ്യം എന്ത് ചെയ്യുക? എന്തൊക്കെയാണ് വേണ്ടതെന്ന് എന്ത് ചെയ്യുക? എത്രയൊക്കെ വേണ്ടി വരും എന്ന് ആദ്യമേ കണ്ടുപിടിച്ച് വെക്കുക. പിന്നെ ടപ്പ നമ്മൾ എന്ത് ചെയ്യുക? ജേണൽ എൻട്രി പാസ് ചെയ്യുക. അപ്പൊ ഇവിടെ റിഡംഷൻ പറയുന്നുണ്ട് 10% പ്രീമിയത്തിൽ. അതിനുശേഷം ബോണസ് ആണ്. ബോണസിന്റെ ഇഷ്യൂ ആണ്. ഓക്കെ, ബോണസ് ഷെയർസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇഷ്യൂ ചെയ്യുന്നത്. ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് ഒരിക്കലും എന്തല്ല. ഓക്കെ, ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് ഒരിക്കലും റിഡംഷന്റെ ഭാഗമായി ചെയ്യുന്നില്ല, അത് അതിന് പുറമേ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ബോണസ് ഇഷ്യൂ ചെയ്തിട്ട് നമുക്ക് ക്യാപിറ്റൽ കൂട്ടിയിട്ട് കാര്യമില്ല. നമ്മൾ സാധാരണ തന്നെ എന്ത് ചെയ്യണം? ഇക്വിറ്റി ഷെയർ ഫ്രഷ് അല്ല, ബോണസ് റിഡംഷന് ശേഷം നടക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇക്വിറ്റി ഷെയറിന്റെ ഇഷ്യൂ അതായത് റിഡംഷന്റെ ഭാഗമായിട്ട് ഒന്നിക്ക് CRR അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ വേണമെന്ന് പറയുന്നില്ലേ, അതിന്റെ പാർട്ടായിട്ട് ബോണസ് ഷെയർ എന്ത് ചെയ്യാൻ പറ്റില്ല? ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ബോണസ് അതിനുശേഷം സെപ്പറേറ്റ്ലി ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം നമുക്ക് ഇപ്പൊ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യണം. അപ്പം ഇവിടെ വേറെ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്ന റിഡംഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിനെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുമോ നോക്കണം? CRR ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. CRR ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇക്വിറ്റി ഷെയർ ബാക്കി ഇഷ്യൂ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം അറിയേണ്ടത് എന്താ? എന്താ അറിയണ്ടേ? എത്രാമത്തെ ക്വസ്റ്റ്യനാ? 17ാമത്തെ ക്വസ്റ്റ്യൻ പ്രകാരം ഇത് മനസ്സിലായിനാ?
15ാമത്തെ ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് എത്ര ക്യാപിറ്റലാണ് റിഡ്യൂസ് ആവുന്നത് നോക്കണം. എത്ര ക്യാപിറ്റലാണ് റിഡ്യൂസ് ആവുന്നത് നോക്കണം. ഓക്കെ, പ്രിഫറൻസ് ഷെയർ ആണ്. നമ്മളടുത്ത് എത്ര റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് അല്ലേ? 1 lakh ആണ് അല്ലെ? 1 lakh. അപ്പൊ ക്യാപിറ്റൽ എത്ര കുറയും? ക്യാപിറ്റൽ എത്രയാണ് കുറയുന്നത്? 1 lakh. ഓക്കെ, ബട്ട് അവർക്ക് 20% 25%, 25 ആണെന്ന് തോന്നുന്നു അല്ലെ? 20 അല്ല 10%, 20 അല്ല 25 അല്ല, 10% എന്തുണ്ട്? പ്രീമിയം ഉണ്ട്. അതായത് 1 lakh ആണ് എമൗണ്ട്, ക്യാപിറ്റൽ എമൗണ്ട് എങ്കിലും 10% കൂടി കൂട്ടി 1,10,000 ആണ് കൊടുക്കേണ്ടി വരിക. ഓക്കെ, അപ്പം 1,10,000 ആണ് കൊടുക്കേണ്ടി വരിക. എന്താ പറയാ, അത് നമുക്കൊരു വിഷയമല്ല. ഓക്കെ, 1,10,000 നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കൊടുക്കേണ്ടി വരും. ഇവിടെ ബാങ്കില് ഓക്കെ, ബാങ്കിലെ പ്രശ്നത്തിനെ പറ്റിയിട്ടൊന്നും ക്വസ്റ്റ്യൻ മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ നോക്കുന്ന സമയത്ത് ബാങ്കിൽ പൈസ കുറവുണ്ട്, നമുക്കത് ഉറപ്പിച്ച് പറയാനും പറ്റില്ല. ബാങ്കില് അത് കഴിഞ്ഞ കൊല്ലാണ് 50,000. ഈ കൊല്ലം ക്വസ്റ്റിൽ തന്നെ പറയുന്നുണ്ട് ക്യാഷും ബാങ്ക് വൈകി ബാക്കിയൊക്കെ സെയിം ആണെന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ക്യാഷും ബാങ്കും മാറിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ എന്തായിട്ടാണ് ക്യാഷും ബാങ്കും മാറിയിട്ട് നമ്മുടെ അടുത്ത് ആവശ്യത്തിനുള്ള പൈസ ഉണ്ടാവും. പൈസ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു, നമ്മളെ ക്വസ്റ്റൻസിന് എന്ത് ചെയ്യും? മെൻഷൻ ചെയ്യും പൈസക്ക് കുറവുണ്ട്, നിങ്ങളപ്പോ പൈസ കുറവിനനുസരിച്ച് എന്ത് ഇഷ്യൂ ചെയ്യണം? ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യണം. റിസർവ്സിന് കുറവുണ്ടെങ്കിൽ റിസർവ്സ് കുറവുണ്ട്, അതിനനുസരിച്ച് എന്ത് ഇഷ്യൂ ചെയ്യണം? ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യണം. ക്വസ്റ്റൻ പറയും. അപ്പൊ ഇവിടെ പറയാത്തിടത്തോളം കാലം നമുക്ക് റിസർവ്സിനും കുറവുണ്ടാവില്ല, പൈസക്കും കുറവുണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഫുള്ള് നമുക്ക് റിസർവ്സിനും പൈസയും കുറവില്ലാത്തതുകൊണ്ട് ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിനെ പറ്റി പറയാത്തത് കൊണ്ടും ഇവിടെ ഫുൾ എന്ത് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും? CRR. അപ്പൊ എത്ര ക്യാപിറ്റൽ കുറയുന്നു? 1 lakh ക്യാപിറ്റൽ കുറയുന്നുണ്ട്. അപ്പം 1 lakh എവിടുന്ന? നമ്മളെ ഫ്രീ റിസർവ്സിൽ നിന്നാണ്. ബോണസിനാണ് നമുക്ക് എല്ലാവരും CRRും സെക്യൂരിറ്റി പ്രീമിയം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ബാക്കി കേസിലൊക്കെ ഫ്രീ റിസർവ്സ് ആണ്. അപ്പൊ പ്രിഫറൻസ് ഷെയറിന്റെ റിഡംഷന്റെ ഭാഗമായിട്ട് CRR എവിടുന്നേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? ഫ്രീ റിസർവ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ജനറൽ റിസർവ് തന്നെ നമുക്ക് എത്ര ഉണ്ട്? 1,20,000 ഉണ്ട്. നമുക്കിപ്പോ ഇവിടെ ആകെ എത്ര മതി? 1 lakh മതി. ഓക്കെ, ജനറൽ റിസർവിന് 1,20,000 ആവശ്യത്തിൽ കൂടുതലുണ്ട്. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 18,500 ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് അപ്പൊ ഇത് അതായത് ഇവിടെ ഇത്രയും കൂടിയിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ നെറ്റ് ആയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇപ്പൊ എത്ര ബാക്കിയുണ്ട്? 18,500 ആദ്യം അല്ലെ? 18,500 കഴിഞ്ഞ പോലെ ഉണ്ടായിരുന്നു. പുതിയതായിട്ട് 35,000 വന്നു, 10,000 എന്തായി? കുറഞ്ഞു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ എത്ര ഉണ്ട്? 43,500 ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളെ റിസർവ്സ് മൊത്തം എത്രയുണ്ട്? ജനറൽ റിസർവ് എത്രയുണ്ട്? 1,20,000 അല്ലെ? ജനറൽ റിസർവ് 1,20,000. P&L ഇപ്പം വന്ന ഈ മാറ്റങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 43,500. അങ്ങനെ ടോട്ടൽ രണ്ടും കൂടി എത്രയുണ്ട്? 1 lakh. അപ്പം 1,63,500 ഉണ്ട് ടോട്ടൽ അല്ലെ? ഇത്രയും റിസർവ്സ് നമ്മളെ കൈമിലുണ്ട്. നമ്മൾ എന്താ ചെയ്യണ്ടേ? CRR ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് റിഡംഷൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ചെലവുകൾ വരാനുണ്ടോ നോക്കണല്ലോ. ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് സെയിൽ ചെയ്യുന്നതും അതേപോലെ അല്ലെ, അസറ്റ് വിൽക്കുന്നതും അതേപോലെ തന്നെ എന്തുമായിരിക്കും? അസറ്റ് വിൽക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടും അതേപോലെ തന്നെ നമ്മളെ പ്രീമിയം ആയിട്ട് ബന്ധപ്പെട്ട പ്രീമിയം ഇല്ലേ 10% അല്ലെ? അപ്പൊ 1 lakhന്റെ ഈ പ്രിഫറൻസ് ഷെയർസിന് 10% പ്രീമിയം എന്ന് പറയുമ്പോൾ 1 lakhന്റെ 10% 10,000 രൂപ പ്രീമിയം കൊടുക്കണം അല്ലെ? ഓക്കെ, അപ്പൊ പ്രീമിയത്തിന് വേണ്ടിയിട്ട് 10,000 രൂപ ഇവിടുന്ന് മാറ്റി വെച്ചു. ഇനി എനിക്ക് പ്രീമിയത്തിന് വേണ്ടി 10,000 മാറ്റി വെച്ചു. ഓക്കെ, ഇനി ഇൻവെസ്റ്റ്മെന്റ് സെയിൽ ചെയ്യുന്നുണ്ടോ? ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് സെയിൽ ചെയ്യുന്നതിനെ പറ്റി ഇവിടെ പറയുന്നുണ്ട് അല്ലെ? റിഡംഷന്റെ ഭാഗമായിട്ട് കമ്പനി എന്ത് സെയിൽ ചെയ്തിട്ടുണ്ട്? ഇൻവെസ്റ്റ്മെന്റ് സെയിൽ ചെയ്തിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് 90% നോക്കി. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എത്രയാ? ഇൻവെസ്റ്റ്മെന്റ് മേലെ ഉള്ളു അല്ലെ? ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് എത്രയുണ്ട്? 1 lakh ഉണ്ട്. അപ്പൊ 1 lakhന് ഇൻവെസ്റ്റ്മെന്റ് സെയിൽ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് എത്രയാണ് സെയിൽ ചെയ്യുന്നത്? 90% ഓഫ് കോസ്റ്റ്. അപ്പൊ 1 lakhന്റെ ഇൻവെസ്റ്റ്മെന്റ് ആ കോസ്റ്റിന്റെ 90% എന്ന് പറയുമ്പോൾ എത്രയാണ് സെയിൽ ചെയ്തത്? 90,000 സെയിൽ ചെയ്തത്. അപ്പൊ 10,000 രൂപ നമുക്ക് എന്ത് വരുന്നുണ്ട്? ലോസ് വരുന്നുണ്ട് എന്ന് അർത്ഥം. ഓക്കെ, അപ്പൊ അതിന് ഇൻവെസ്റ്റ്മെന്റിലെ ലോസും കൂടി 10,000 കൂടി എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, അങ്ങനെ 20,000 മൊത്തം ലോസ് ഉണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ പോലും നമുക്ക് അവിടെ ബാക്കി എത്ര ഉണ്ടാവും? അവിടെ 1,43,500 ബാക്കി ഉണ്ടാവും. നമുക്ക് എത്രയും CRR വേണ്ട? 1 lakh. ആവശ്യത്തിൽ കൂടുതൽ ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ചെയ്ത് കാണിച്ചെന്നുള്ളൂ. ക്വസ്റ്റ്യൻ എന്ത് മെൻഷൻ ചെയ്യുന്നില്ല. റിസർവ്സിൽ പ്രശ്നമുണ്ട്, അപ്പൊ എത്രയാണ് ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യണം എന്ന് ക്വസ്റ്റ്യൻ പറയും. റിസർവ്സ് മാക്സിമം യൂസ് ചെയ്തിട്ട് ബാക്കി ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യും. അല്ലെങ്കിൽ ഫണ്ട് മാക്സിമം ഇങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്തിട്ട് ബാക്കിയുള്ള ഫണ്ടിനോട് ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യും. അങ്ങനെ ക്വസ്റ്റ്യനിൽ പറയാത്തിടത്തോളം കാലം, ഈ രണ്ട് കാര്യം പറയാത്തിടത്തോളം കാലം നമുക്ക് റിസർവ്സ് ഉണ്ടാകും. CRR ക്രിയേറ്റ് ചെയ്യാനൊക്കെ ആവശ്യത്തിൽ കൂടുതൽ റിസർവ്സ് ഉണ്ടാവും. റിഡംഷൻ നടത്താൻ ആവശ്യത്തിൽ കൂടുതൽ പൈസ ഉണ്ടാവും. അത് ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ അല്ലേ? ഓക്കെ, കാര്യം മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ നമുക്ക് റിഡംഷനിലേക്ക് അടക്കാം. ഓക്കെ, റിഡംഷനിലേക്ക് അടക്കാം. റിഡംഷൻ എൻട്രിയാണ് ആദ്യം പറഞ്ഞത്. അപ്പൊ റിഡംഷനിലേക്ക് അടക്കുകയാണെങ്കിൽ റിഡംഷനിൽ ആദ്യം ഇക്വിറ്റി ഷെയർ ഒന്നും ഇവിടെ ഇഷ്യൂ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് പൈസ വരുന്ന കാര്യങ്ങൾ ആദ്യം ചെയ്യണം. ഒന്ന് ഇക്വിറ്റി ഷെയർ ആയിരിക്കും, ഒന്ന് അസറ്റിന്റെ സെയിൽ ആയിരിക്കും. ഇവിടെ അസറ്റ് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്നില്ല. അതുപോലെ പിന്നെ അസറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ,
ഓക്കെ സോറി ഗൈസ്, അപ്പോൾ കോൾ വന്നു. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ എന്താ ഇൻവെസ്റ്റ്മെന്റ് സെയിൽ, പൈസ വരുന്ന കാര്യങ്ങൾ ആദ്യം ചെയ്യണം അല്ലേ. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് സെയിൽ ചെയ്യുക. ഇൻവെസ്റ്റ്മെന്റ് സെയിൽ ചെയ്യുന്നതിന്റെ എന്താ, നമ്മളെ ബാങ്കിലേക്ക് പൈസ വരും അല്ലെ. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻവെസ്റ്റ്മെന്റ് അല്ലെ, ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, ബട്ട് ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ് ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു, 1 lakh ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു. പക്ഷെ ബാങ്കിൽ എത്രയേ കിട്ടുള്ളൂ, 90,000 കിട്ടുള്ളൂ. ബാക്കിയുള്ള എന്താ പി ആൻഡൽ അല്ലെ, പി ആൻഡലിൽ ബാക്കിയുള്ളത് എന്തായിട്ട് കാണിക്കും, നമ്മളെ ലോസ് ആയിട്ട് നഷ്ടപ്പെട്ടു. ഓക്കെ, 1 lakh അസറ്റ് പോയി, അതിന് പകരമായിട്ട് ബാങ്കിൽ 90 കിട്ടിയല്ലോ, 10,000 എന്തായി പോയി, എക്സ്പെൻസ് ആയിട്ട് പോയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പം അതിനുശേഷം ഇനി ഇക്വിറ്റി ഒന്നും ഇല്ല, അതിന് റിഡംഷനിലേക്ക് കടക്കാം. അപ്പൊ എന്താ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലെ എമൗണ്ട് എത്ര, 1 lakh എമൗണ്ട് വരുന്ന പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, അവർക്ക് അതിന്റെ ഒപ്പം എക്സ്ട്രാ പ്രീമിയം അല്ലെ, പ്രീമിയം റിഡംഷൻ എത്രയും കൂടി 10%, 10,000 കൂടി കൂട്ടിയിട്ട് അങ്ങനെ മൊത്തം പ്രിഫറൻസ് ഷെയർ ഹോൾഡർക്ക് 1 lakh 10,000 നമ്മൾ എന്ത് ചെയ്യുന്നു, കൊടുക്കാൻ വേണ്ടി പോകുന്നു. അതിനുശേഷം അത് കൊടുത്തതായിട്ട് കാണിക്കുക. പ്രിഫറൻസ് ഷെയർ ഹോൾഡർക്ക് ടു ബാങ്ക് വഴി എന്ത് ചെയ്തടാ, 1 lakh 10,000 നമ്മൾ കൊടുക്കുന്നു അല്ലെ. 1 lakh 10,000 നമ്മൾ അങ്ങ് കൊടുത്തു. ഓക്കെ, അതിനുശേഷം എന്ത് ക്രിയേറ്റ് ചെയ്യാൻ മറക്കരുത്, അവസാനം CRR ക്രിയേറ്റ് ചെയ്യണം. അതിന് നമുക്ക് എന്തൊക്കെയുണ്ട്, ജനറൽ റിസർവ് ഉണ്ട്, പി ആൻഡൽ ഉണ്ട് അല്ലെ. ജനറൽ റിസർവിന് ആദ്യം യൂസ് ചെയ്യാം അല്ലെ. ഓക്കെ, നമുക്ക് എത്രയാണ് വേണ്ടത്, 1 lakh വേണ്ട. ജനറൽ റിസർവിൽ എത്ര ഉണ്ട് അല്ലെ, 1 lakh അല്ലേ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ കുറയുന്നുള്ളൂ. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ജനറൽ റിസർവ് 1,20,000 ഉണ്ട്. അപ്പം പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 1 lakh കുറച്ചിട്ടുള്ള, നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ജനറൽ റിസർവിൽ തന്നെ ഉണ്ട്. അപ്പൊ ജനറൽ റിസർവിൽ മാത്രം തന്നെ 1 lakh എടുത്തിട്ട് എന്ത് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നു, CRR ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നു. ഓക്കെ അല്ലേ, 1 lakh. ക്ലിയർ അല്ലേ, ക്ലിയർ അല്ലേ, ക്ലിയർ അല്ലേ, ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ. ഓക്കെ ഓക്കെ, ഇതാണ് എന്ത് റിഡംഷൻ. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ഇഷ്യൂ ചെയ്യുന്നുണ്ട്, ബോണസ് എന്താ പറഞ്ഞത്, 2 ഷെയർ ഫോർ എവറി ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞാൽ എല്ലാ ഇക്വിറ്റി ഷെയർസിനും 2 ഷെയർ കൊടുക്കും. അതായത് ഒരു ഇക്വിറ്റി ഷെയർ ഉള്ളവർക്ക് 2 എണ്ണം കിട്ടും. ഓക്കെ, അപ്പൊ ഇപ്പൊ എത്ര ഇക്വിറ്റി ഷെയർ ഉണ്ട്, 10,000 ഇക്വിറ്റി ഷെയർ ഉള്ളവർക്ക് ഇൻറ്റു 2 വെച്ചിട്ട് 20,000 ഇക്വിറ്റി ഷെയർ കിട്ടുന്നതാണ്. ഒരാൾക്ക് 2 എണ്ണം വെച്ച് കിട്ടും. അപ്പൊ 20,000 എന്ത് കൊടുക്കണം, ബോണസ് കൊടുക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് 20,000 അല്ലെ. ഓക്കെ, അപ്പൊ ബോണസിന്റെ കേസ് നോക്കുകയാണെങ്കിൽ, ബോണസിലേക്ക് പോവുകയാണെങ്കിൽ, ബോണസ് നമ്പർ ഓഫ് ബോണസ് ഷെയർസ് അല്ലെ, നമ്പർ ഓഫ് ബോണസ് ഷെയർസ് എത്ര വരും, ഇപ്പം 10,000 ഷെയർസ് ഉണ്ട്, ഓരോരുത്തർക്കും 2 അല്ലെ, 2 വെച്ചിട്ട് കിട്ടുന്നതാണ്. 2/1 അല്ലെ, ഒരു ഷെയർ ഉള്ളവർക്ക് 2 കിട്ടും. അപ്പൊ 20,000 ഷെയർസ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ബോണസ് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പം ഒരു ഷെയറിന്റെ വാല്യൂ 10 അല്ല, അപ്പൊ 20,000 into 10 വെച്ച് നമുക്ക് 2 lakh ഫണ്ട് നമ്മളെ റിസർവ്സ് എടുക്കണം. 2 lakh ഫണ്ട് എവിടെ നിന്ന് എടുക്കണം, നമ്മൾ റിസർവ്സിന് 2 lakh ഫണ്ട് എടുത്തിട്ട് വേണം എന്ത് ഇഷ്യൂ ചെയ്യാം, ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് CRR യൂസ് ചെയ്യാം അല്ലെ, CRR യൂസ് ചെയ്യാം. ഇവിടെ CRR ഉണ്ടോ, CRR സെക്യൂരിറ്റി പ്രീമിയം ഫ്രീ റിസർവ്സ്, അതല്ലേ ബോണസിന്റെ കേസ്. CRR ഉണ്ടോ ഇവിടെ, ഇല്ല. ബാലൻസ് ഷീറ്റിൽ CRR ഉണ്ടായിട്ടില്ല. ബട്ട് അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ അതിന് തൊട്ട് മുമ്പ് റിഡംഷൻ നടത്തിയപ്പോൾ ഇവിടെ ജനറൽ റിസർവിൽ നിന്ന് 1 lakh കുറഞ്ഞു അല്ലെ. ജനറൽ റിസർവിൽ നിന്ന് ഇവിടെ 1 lakh കുറഞ്ഞു. അതിന്റെ തൊട്ട് മുമ്പത്തെ പ്രശ്നങ്ങൾ എന്താ, ജനറൽ റിസർവിൽ നിന്ന് 1 lakh കുറഞ്ഞു. എന്നിട്ട് ആ 1 lakh CRR ആയി മാറിയിട്ടുണ്ടായിരുന്നു അല്ലെ, CRR മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ പ്രീമിയം റിഡംഷൻ അല്ലെ, അത് നമ്മൾ മാറ്റിയിട്ടില്ല അല്ലെ, ആ എൻട്രി ഇടാൻ മറന്നു പോയിട്ടുണ്ട്. പ്രീമിയം റിഡംഷൻ എവിടത്തേക്ക് മാറ്റണം, പി ആൻഡൽ അക്കൗണ്ടിലേക്ക് പ്രീമിയം റിഡംഷൻ മാറ്റണ്ടേ. ഓക്കെ, പ്രീമിയം റിഡംഷൻ പി ആൻഡലിലേക്ക് മാറ്റണമായിരുന്നു 10,000. ഓക്കെ, ആ എൻട്രിയും കൂടി പാസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്ന് ഇതൊക്കെ കുറഞ്ഞ് അതിനുശേഷം വീണ്ടും 10,000 പ്രീമിയം കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇൻവെസ്റ്റ്മെന്റ് സെയിൽ ചെയ്തതിന്റെ ലോസിൽ 10,000 കുറഞ്ഞിട്ടില്ലേ. അങ്ങനെ നോക്കുകയാണെങ്കിൽ കൂടി ഇപ്പൊ എത്രയേ ഉള്ളൂ, 23,500 മാത്രമേ ഇവിടെ ഉള്ളൂ, പി ആൻഡലിൽ ഉള്ളൂ. ക്ലിയർ അല്ലേ. ഓക്കെ, അപ്പൊ ബോണസ് ഇഷ്യൂ നമുക്ക് മൊത്തം 2 lakh വേണം. അത് എവിടെ നിന്ന് എടുക്കാം, CRR ഉണ്ട് അല്ലെ. CRR ഇപ്പൊ പുതുതായിട്ട് വന്ന CRR ആണ്, ഫ്രഷ് 1 lakh. ഓക്കെ, പിന്നെ ബാക്കിയുള്ള സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ എടുക്കാം. സെക്യൂരിറ്റീസ് പ്രീമിയത്തിന് എന്തെങ്കിലും ചേഞ്ച് വന്നോ, ഇവിടെ ഒരു 70,000 ഉണ്ട്. പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. കാരണം എന്താ, പുതിയ ഇഷ്യൂ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല അല്ലെ. ഓക്കെ, പുതിയ ഇഷ്യൂ നടക്കാത്തത് സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ 20,000, അതിൽ യാതൊരു ചേഞ്ചും വന്നിട്ടില്ല. 1,20,000 ആയിട്ടുള്ളൂ. നമുക്ക് ഇനി എത്ര വേണം, 80,000 വേണം. അപ്പൊ അടുത്തതിന് ഫ്രീ റിസർവ്സിലേക്ക് പോകാം അല്ലെ. ഫ്രീ റിസർവ്സ് ജനറൽ റിസർവിൽ ഇപ്പൊ എത്രേ ബാക്കിയുള്ളൂ, ഒരു 20 ബാക്കിയുള്ളൂ അല്ലെ, 20 ബാക്കിയുള്ളൂ. ഓക്കെ, അപ്പൊ ജനറൽ റിസർവ് എത്ര എടുക്കാം, ജനറൽ റിസർവ് 20 എടുക്കാം. ഓക്കെ, ജനറൽ റിസർവ് 20 എടുക്കാം. ഇനി എത്ര വേണം, 60 വേണം. അത് എവിടെ നിന്ന് എടുക്കേണ്ടി വരും, പി ആൻഡിൽ എടുക്കേണ്ടി വരും അല്ലെ. ഓക്കെ, അപ്പം പി ആൻഡലിൽ 60 ഇല്ലല്ലോ അല്ലെ. പി ആൻഡൽ ഇപ്പൊ ബാലൻസ് 23,500.
സോറി സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ 70,000 ഉണ്ടായിരുന്നു അല്ലേ? ബട്ട് നമ്മൾ സെക്യൂരിറ്റീസ് പ്രീമിയം 20 കൊടുത്തിട്ടുള്ളത്. സോറി സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ 70,000 വരെ അവൈലബിലിറ്റി ഉണ്ടായിരുന്നു അല്ലേ? 70,000 അവൈലബിലിറ്റി ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി ബാക്കി ജനറൽ റിസർവ് എന്നൊരു 20,000 അവൈലബിൾ ഉണ്ടായിരുന്നു. അതും നമ്മൾ എടുത്തു അല്ലെ? ജനറൽ റിസർവ് 20,000 ഇല്ല, അതെടുത്തു. വ്യത്യാസം മനസ്സിലായല്ലേ? സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ 70 ഉണ്ടായിരുന്നു, ഞാൻ അവിടെ 20 എടുത്ത്. ഓക്കെ, അതുകൊണ്ടാണ് പി ആൻഡിൽ ഷോർട്ട് പെട്ടെന്ന് വന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഒരു നിമിഷം ടെൻഷനായി. ഞാൻ വെച്ചാൽ എവിടെ തെറ്റി, മൊത്തം മാറ്റി ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ക്ലിയർ അല്ലേ? അപ്പൊ ജനറൽ റിസർവില് അപ്പൊ സെക്യൂരിറ്റീസ് പ്രീമിയം 70 ഉണ്ടായിരുന്നു, മൊത്തം 2 ലാക്കാ വേണ്ടത്. 20 ജനറൽ റിസർവിലും ഉണ്ട്, ബാക്കി എവിടെ നിന്നും കൂടി എടുക്കാം. പി ആൻഡിൽ എടുക്കാം. പി ആൻഡിൽ കറന്റ് 20 അല്ലെ 23,500ഓളം എവിടെ ഉണ്ട്? പി ആൻഡിൽ ഉണ്ട്. ആ ബാക്കിയുള്ള 10,000 എവിടെ നിന്ന് എടുത്തു? പി ആൻഡിൽ നിന്ന് എടുത്തു. ഓക്കെ, 2 അല്ലെ അവിടെ നിന്ന് എടുത്തു. ഓക്കെ, 2 എന്തിലേക്ക് മാറ്റി വെക്കാം? ബോണസ് ടു ഷെയർ ഹോൾഡർ. ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് എത്ര? 2 lakh. ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് 2 lakh. ഫൈനലി അത് പുതിയ ഇഷ്യൂ ചെയ്യുക അല്ലെ? ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് ടു എന്തെന്ന് വരും? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 2 lakh വരും. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? ദാറ്റ്സ് ഇറ്റ്.